കാര്യങ്ങളുടെയും എല്ലാ വിഷയങ്ങളുടെയും ആകത്തുക എന്ന സമുദായം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. പഴയകാലത്ത് ഗ്രന്ഥങ്ങളിൽ സ്വർണം കൊണ്ടുവന്നത് മുതൽ ആരോപണം ഉന്നയിക്കുകയും പല നിലക്കും മഹാന്മാർക്കെതിരെ തിരിയുകയും കുരുത്തക്കേട് സംഭവിക്കുകയും പട്ടം കറങ്ങാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്നവരെ ധൈര്യമുണ്ടെങ്കിൽ, തന്റേടമുണ്ടെങ്കിൽ ആ പ്രസംഗത്തിന്റെ ആ ഭാഗത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും കേൾപ്പിച്ച് നിങ്ങൾ ഇതുവരെ വാദിച്ച മണിക്കൂറുകളോളം സമുദായത്തെ നിലനിർത്തിയ വിഷയത്തിൽ ഒരല്പമെങ്കിലും അതിൽ തെളിവുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാൻ ഞാൻ ഈ സമയത്ത് വെല്ലുവിളിക്കുകയാണ്. മദീനയിലെ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ ഇമാമുകളും പൂർവികരായ മഹത്തുക്കളും പറഞ്ഞതിനപ്പുറം ഒന്നും അതല്ലെങ്കിൽ ഉസ്താദുമാർ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. ചികിത്സക്കും തബറത്തിനു വേണ്ടി കൊണ്ടുവരാം എന്നുള്ള പ്രത്യക്ഷ ഇമാമിന്റെയും ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹുവിന്റെയും ഉത്തരവ് ഉണ്ടായിരിക്കെ ആ വിഷയത്തിൽ മറ്റൊരു നിലപാടിലേക്ക് നീങ്ങേണ്ട ആവശ്യമില്ല. ഏതായിരുന്നാലും ആലുവ സുൽത്താനെതിരെ വായിച്ചത് ശൈഖുനാക്കെതിരെ ആരോപണം നടത്തിയവരോട് പറയാനും ഒന്നുകൂടെ പറയുന്നു. ആ സ്ക്രിപ്റ്റിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും കാണിക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്റെ ഏലംകുളങ്ങൾ പറഞ്ഞെന്താണോ, കൊണ്ടുവല്ല ഹറാമാണ് നല്ല പറഞ്ഞത്, കിട്ടൂല. ഏത് അവിടെ സൗദി അറേബ്യയിൽ പോയ ഏതാൾക്കും അറിയും അവിടുന്ന് മണ്ണ് കിട്ടൂല. അതാങ്ങൾ പ്രസംഗിച്ചത്. അത് ആർക്കെതിരായത്? ആർക്കും കിട്ടൂല. സൗദി അറേബ്യയിൽ പോയ മുഴുവൻ ആളുകൾക്കും അറിയും, ബുദ്ധിയുള്ളവർക്കറിയും അവിടുന്ന് മണ്ണ് കിട്ടൂലെന്നാ. എന്നിട്ടിപ്പോ മൂപ്പര് പറഞ്ഞു കൊണ്ടുവരല് ഹലാലാണോ ഹറാമാണോ ആ ചർച്ച നമ്മൾ നടത്തിയത് കരുതിയിട്ട് അയാൾ പറയണത്. നമ്മൾ നടത്തിയത് അതല്ല, കൊണ്ടുവരാൻ സാധിക്കുമല്ലേ എന്നുള്ള ചർച്ച നമ്മൾ നടത്തിയത്. കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ള ഹറാമാന്നുള്ള വേറെയാണ് സംഭവം. ഇത് കൊണ്ടുവരാൻ സാധിക്കൂലാൻ മാന്താൻ തന്നെ കിട്ടൂല എന്ന് നിങ്ങൾ പറഞ്ഞതാണ്. ആര് പച്ചക്കള്ളം പറയാണ്? സൗദി അറേബ്യയിൽ പോയ ആളുകൾക്ക് അറിയും ഒരു കുട്ടിക്കോന്ന് മാന്താൻ കഴിയില്ല. ആ പ്രസംഗങ്ങൾക്ക് കേൾക്കുന്നവർ ഫുള്ളായി കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം എന്ന് പറയുന്നതോടൊപ്പം ആ വിഷയവുമായി ആരോപണത്തോട് ഒരു ബന്ധവും ഇല്ല എന്ന് മാന്യ ശ്രോതാക്കളെ ഒരിക്കൽ കൂടെ കേൾപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ തെറ്റിദ്ധാരണ തിരുത്താൻ അവസരമൊരുക്കി തന്ന STV സുന്നി ഗ്ലോബൽ വോയിസ് എന്ന മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അല്ലാഹു എല്ലാവിധ കുപ്രചരണങ്ങളിൽ നിന്ന് മോചനവും സത്യമായി മനസ്സിലാക്കാനുള്ള അല്ല. ഈ ദ്വേർക്കണ്ടെന്നും ആവശ്യമില്ലല്ലോ അല്ലേ? ഈ ദ്വേർക്കണ്ടെന്നും ആവശ്യമില്ല. ആ ക്ലിപ്പ് മൂപ്പർക്കാണ് കേൾപ്പിച്ചാൽ പോരെ. ഇതാണ് സുഹൃത്തുക്കളെ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ പോരെ. ഇന്നെങ്ങനെ ഒന്നും ദ്വേർക്കണ്ടി വയന്ന് പറയേണ്ടി ഒന്നും ആവശ്യമില്ല. അതിന് മൂപ്പര് പറഞ്ഞ കാര്യം ഇതാണ്, വളരെ വ്യക്തമാണ്. അവിടുന്ന് കൊണ്ടുവരല് ഹറാമാണോ ഹലാലാണോ നല്ല ചർച്ച. പിന്നെന്തായിരുന്നു? ആലുവ സുൽത്താൻ അവിടുന്ന് മണ്ണ് മാന്തിയപ്പോ അയാളെ കയ്യമ്മ മുറിയായി. എന്റെ പ്രിയപ്പെട്ടവനെ റൗളിന്ന് മണ്ണ് മാന്താൻ കഴിയില്ല എന്നുള്ളത് ആ സൗദി അറേബ്യയിൽ പോയ മുഴുവൻ മനുഷ്യന്മാർക്കും കാണാതറിയുന്ന സംഭവമാണ് നാം മൂപ്പർ അന്ന് പ്രസംഗിച്ചത്. അപ്പോ അത് ഏത് സുൽത്താൻ? ഞാനത് ആലുവ സുൽത്താനെതിരെ പറഞ്ഞാണ്. അത് പിന്നെ സുൽത്താൻ ഡിസ്ട്രിക്ട് മാറുമ്പോ ഓരോ ഡിസ്ട്രിക്റ്റിനനുസരിച്ച് സുൽത്താന്മാർക്ക് ഓരോരോ നിയമം. അവിടെ നിങ്ങൾ ഏത് സുൽത്താനോ ചോദിക്കും, ഞാൻ കോഴിക്കോട്ടെ സുൽത്താനാണ്, നിങ്ങൾ മാന്തിക്കോളി എന്നറിയില്ല. എന്തൊരു കഷ്ടാണ് അല്ലേ? നിങ്ങൾ ഏത് സുൽത്താനാണ്? ഞാൻ എറണാകുളം സുൽത്താനാണ്, നിങ്ങൾ മാന്താൻ പറ്റൂല അറിയില്ല. ഡിസ്ട്രിക്റ്റിനനുസരിച്ച് കണ്ട് സ്ഥലത്തിനനുസരിച്ച് സുൽത്താന്മാർക്ക് ഓരോരോ സുൽത്താന്മാർ വരുമ്പോ നിങ്ങൾ ബേപ്പൂർ സുൽത്താൻ മാന്തിക്കോളിയും, കാന്തപുരം സുൽത്താൻ മാറിക്കോളിയും, കാരന്തൂർ സുൽത്താൻ മാന്തിക്കോളിയും. ആലുവയാണെങ്കിൽ പറ്റൂല, പിന്നെ മറ്റേ പെരുമ്പാവൂരാണെങ്കിൽ പറ്റൂല അറിയാനും. എല്ലാവർക്കും ഒരു നിയമാണല്ലോ. ഇതൊക്കെ ഇവര് ഓരോരോ സമയങ്ങളിൽ ഇങ്ങനെ പിന്നെ ആ ക്ലിപ്പ് നമ്മളെ മാന്താൻ കഴിയില്ലാന്നുള്ള ക്ലിപ്പാണ് ഇപ്പൊ ഞാൻ നോക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് പിന്നൊരു സമയം കേൾപ്പിക്കാം. എന്താണ് ഇതൊക്കെ കേട്ട കുട്ടികൾ പറയാ അല്ലെ? നമുക്കൊരേ കാന്തപുരം ഉസ്താദ് ഒരു മഹാസേവനം കൂടി ചെയ്തിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തേതാണെങ്കിൽ ബറക്കത്തുണ്ട്. അത് സൂക്ഷിക്കണം, സ്നേഹിക്കണം, സേവിക്കണം, കൊണ്ടു നടക്കണം. വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിന് ബറക്കത്തുണ്ട് എന്ന് കേരളത്തിലെ മുസ്ലിംകളിലെ എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ചെറിയൊരു സംശയമേ ബാക്കിയുള്ളൂ. ആണോ അല്ലേ? അത്രമാത്രം. ഇതല്ലേ സുന്നത്ത് ജമാഅത്ത്? ഇതല്ലേ സുന്നത്ത് ജമാഅത്ത്? ഈമാനുള്ളവരാലോചിക്കുക. സുന്നത്ത് ജമാഅത്ത് നല്ലതാണ്. ആണോ അല്ലേ എന്ന് സംശയിക്കുക. വേറെ ഒരു പ്രശ്നമല്ല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇത് റസൂലുള്ളാഹിന്റേതാണോ അല്ലേ സംശയിക്കുക. വേറൊരു കാര്യം സുന്നത്ത് ജമാഅത്ത് പറഞ്ഞല്ല. എന്തൊരു സംഭവം! ഒരേ ഒരു സംശയം. ആ സംശയം തന്നെയല്ലേ പ്രശ്നം? അതല്ലേ തീർക്കേണ്ടത്. റസൂലുള്ളാഹിന്റേതാണോ അല്ലേ?
വേറെ നമ്മളൊരു ചോദ്യം ഇവിടെ ചോദിക്കണ്ടല്ലോ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേത് ആണോ അതോ അല്ലേ? ആണോ അല്ലേ? ഇവിടെ തന്നെയല്ലേ നമ്മളെ സംശയം മുഴുവൻ കിടക്കുന്നത്. വേറെന്താ സംശയം? ഈ സംശയം ക്ലിയർ ആയാൽ നമ്മക്ക് ആർക്കാണെങ്കിലും എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞില്ലേ, ആ സംശയം ക്ലിയർ ആകുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ സംഭവം പിന്നെ കൊണ്ടുവരാതിരുന്നത് അല്ലേ? സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കും ഗ്രൂപ്പിനാക്കിയിട്ട് എന്ത് തന്നെ ആരും അങ്ങോട്ട് കണ്ണു ചൂട്ടി ഇരുട്ടാക്കി അങ്ങ് പറയലല്ല. സത്യത്തിന്റെ കൂടെ നിൽക്കണം. ശരിയായ ഷാഹ് മുബാറക്ക് കിട്ടണോ? നിങ്ങൾ ഹദ്റത്തിന്റെ അടുത്ത് പോയിക്കോളി നിർദ്ദേശിക്കുക. പിന്നെ പറഞ്ഞു അത് കളവാണ്. അവലൻ കാല الشعر المبارك الأصيل عند الشيخ أحمد الخضرجي ثم ينكره نفس الشخص وهو كذب نعوذ بالله. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കളവാണ്. നിങ്ങള് ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ എന്താ പ്രശ്നം? നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ വായിച്ചു, ഇതാണ് ഹസ്രജിയുടെ കയ്യിലുള്ള സനദ്. നിങ്ങൾ അന്ന് ചോദിച്ചല്ലോ സനദ്, അത് നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. അവിടെ നിങ്ങളെ ഹുദവി അലിക്കുട്ടി ഉദവി ചോദിച്ചില്ല സനദ്, അന്ന് കിട്ടിയിട്ടില്ലല്ലോ. എന്നാ സനദ് കേട്ടോളിയും എന്ന് പറഞ്ഞു. ഒരു സനദിന് വായിച്ചു. സനദിന് വായിച്ചപ്പോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായത് കള്ള സനദാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് കള്ളമുടിയാണ്. ഇതെല്ലാർത്ഥം ഇത് വ്യക്തിവിരോധം. വ്യക്തിവിരോധങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് സത്യത്തിന്റെ കൂടെ നിൽക്കുക. ഇതാ ഇപ്പോൾ മദീന മുനവ്വറയിൽ നിന്ന് വന്ന ആൾ നിങ്ങളോട് എന്താണ് പ്രസംഗിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. ഇവിടെ ഡോക്ടർ അഹമ്മദ് ഖസറിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസിൽ നിന്ന് തലയിൽ നിന്ന് ലഭിച്ച തിരുദേശമാണ് കിട്ടിയതെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയുടെ രോമത്തിൽ നിന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് അവർക്ക് പറഞ്ഞത്. കൊണ്ടുവരിക തന്നെയല്ല, മർക്കത്തിലത് തന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ്. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് കൂടി ഇന്ന് വരെ എന്നിട്ടൊരു പാട്ടുണ്ടാക്കിയോ? മർക്കസിനത് കിട്ടിയിട്ട് ഇന്ന് വരെ റസൂലുള്ളാഹിന്റെ താടിമുടി മർക്കസിൽ നിന്നിട്ടൊരു പാട്ടുകൾ കേട്ടോ? എന്താ പാടാത്തത് ഇപ്പോ? അതൊക്കെ അന്നാണ് പറഞ്ഞതാണേ. പിന്നെ അതിനെക്കുറിച്ച് മുണ്ടിയിട്ടില്ല. ഇപ്പൊ ഒന്നിട്ട് വരുന്നില്ലല്ലോ. പാത്രം, ആ പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിച്ച് കുടിച്ചാൽ നമുക്ക് ഗുണം കിട്ടുമെന്ന് ഇസ്ലാം പഠിപ്പിച്ചതല്ലേ? എന്തിനാണ് മക്കളെ നിങ്ങൾ അതിലൊക്കെ നിഷേധിക്കുന്നതും? ഇതുകൊണ്ട് ഞങ്ങൾ ലോകം തിരിയാത്തവരായിട്ടില്ല, ഞങ്ങൾ പഴഞ്ചന്മാരായിട്ടില്ല, ഞങ്ങൾ പഴയവരാണ്. ഞങ്ങൾ പഴഞ്ചരല്ല, പക്ഷെ പഴയ കൂട്ടരാ. പഴയത് മാറ്റം ചെയ്യാതെ അതേ നിരക്ക് തന്നെ നിലനിർത്തുന്നവരാണ്. യാഥാസ്ഥികന്മാരും ചില ഉപജത്തുക്കൾ ഞങ്ങളെപ്പറ്റി പറയും. അവനൊന്ന് കിട്ടിയാൽ അർത്ഥം ചോദിച്ചാൽ എന്താ അതിന്റെ അർത്ഥം? യാഥാസ്ഥികന്മാരെന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും അതിന്റെ യഥാവിധി അനുസരിച്ച് ചെയ്യുന്നവർ എന്നാണോ അർത്ഥം? എങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ അല്ല. കെട്ടുകഥകളും നോവലുകളും ഖുറാഫാത്തുകളും അതിന് പിന്നാലെ പോകുന്ന അന്ധവിശ്വാസികൾ എന്നാണോ അർത്ഥം? എങ്കിൽ ഞങ്ങൾ അതിന്റെ കൂടെ ഇല്ല. ഞങ്ങൾ ഒരിക്കലുമില്ല. ഞങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഖുർആൻ പഠിപ്പിച്ചത് ശഖ്സിയ്യത്തു റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ ശഖ്സിയ്യത്ത് ആ ശഖ്സിയ്യത്തിൽപ്പെട്ടതാണ്. ശത്രു നന്നായി വരുന്നുവെങ്കിൽ പകയില്ലാതെ അവനെ സ്വീകരിക്കുക. ഇതൊക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരോടും ഇടയ്ക്ക് വെച്ച് ഞാനിത് പറഞ്ഞത്. ഭരിക്കുന്നവരോട് ഒരു വാക്കുകൾ കടന്നു വന്നത് ഇതാണ്:
തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചോദിക്കുന്നു. ഞങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ആരും കൂടെയാണ്, നിങ്ങൾ ഒന്ന് പ്രസ്താവിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രസ്താവിക്കും. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രസ്താവിക്കേണ്ട ആവശ്യമല്ല. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ഓരോരുത്തരും നോക്കുക. അങ്ങനെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ എങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കും. കസാനെ കയറി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ പറഞ്ഞാലോ, കസേരയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ മറക്കുകയും പിന്നെ ജനങ്ങളെ അടിക്കാനും കൊല്ലാനും കുത്താനും അതിലൊക്കെ ഇങ്ങനെ പോയാലോ ജനങ്ങൾക്കിട്ടോ ഞങ്ങളെന്ത് ചെയ്യും? അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ നന്മ, രാജ്യത്തിന്റെ ഭദ്രത, രാജ്യത്തിന്റെ അഖണ്ഡത. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പോലെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യം തന്നെ മറ്റെവിടെയുമില്ല. അൽഹംദുലില്ലാഹ്, നമ്മളിവിടെ പ്രസംഗിക്കുമ്പോ ഇവിടുത്തെ പോലീസുകാർ നമ്മുടെ ശമ്പളക്കാരൊന്നുമല്ല അവർ. പക്ഷേ അവർ അങ്ങേയറ്റം സഹകരിച്ചുകൊണ്ട് നമുക്ക് വഴികൾ തുറന്നു തരുന്നു, നമുക്ക് ട്രാഫിക് നിയന്ത്രിച്ചു തരുന്നു, ഈ സദസ്സിന്റെ പുറത്ത് ആവശ്യമായതൊക്കെ ചെയ്യുന്നു. അവർ കണ്ണുകൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു, സുന്നികളുടെ സമ്മേളനത്തിൽ കുഴപ്പമുണ്ടാവുകയില്ല. സുന്നികൾ അച്ചടക്കമുള്ളവരാണ്, അച്ചടക്കരാഹിത്യം ഇല്ല. ഇത് ഇവിടുത്തെ പോലീസുകാർ, ഇവിടുത്തെ അധികൃതർ, ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും കണ്ണു തുറന്ന് കാണുകയാണ്. അവരൊക്കെ ബുദ്ധിയുള്ളവരാണ്, നല്ല ബുദ്ധിയുള്ളവരാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റ് രാഷ്ട്ര വിഭാഗത്തിന്റെ അന്വേഷിക്കുന്നവരൊക്കെ നല്ല ബുദ്ധിയുള്ളവരാണല്ലോ. അതുകൊണ്ട് അവൻ എന്തേ മൂപ്പര് പറഞ്ഞു? മൂപ്പരെന്താ പറയണെന്ന് മൂപ്പർക്ക് തന്നെ അറിയുന്നില്ല. ഒരു വിഷയം പറയുമ്പോ എവിടുക്ക മൂപ്പര് എന്തൊക്കെ പോകണം. ഇവിടുത്തെ നമ്മളെ സമ്മേളനത്തിന് പോലീസന്മാർക്ക് അറിയും. എന്താ ഇപ്പൊ മൂപ്പര് പറഞ്ഞത്, എവിടുന്നേ മൂപ്പര് തുടങ്ങിയത്, എവിടെ മൂപ്പര് അവസാനിപ്പിച്ചു? ഒരു കാര്യം മൂപ്പര് ഒരു 5 മിനിറ്റ് ഇപ്പത്തെ മൂപ്പര് പ്രസംഗം കേട്ടുകൊണ്ട് നിങ്ങൾ 5 മിനിറ്റിൽ 500 കാര്യക്കാരൻ പറയാം. ഒന്നിനോട് ബന്ധം ഉണ്ടാവില്ല. തുടങ്ങിയോടത്തല്ല നിർത്തിയോടത്തല്ല തുടങ്ങുക. ഈ ഒരു ഏർപ്പാട് മൂപ്പര് എല്ലാ സംസാരത്തിലും ഇപ്പൊ ഉണ്ട്. എന്തെങ്കിലുമൊക്കെയാണ് പറയാന്ന് മാത്രം. ഇതിലും മൈക്കിൽ വന്നോളിങ്ങളേ. എന്ത് നടത്തിയ ചർച്ചക്കൊക്കെ നിങ്ങളൊന്ന് വരും. നിങ്ങളൊരാളെങ്കിൽ ആരെങ്കിലും ഒരാള് ഇൻഷാ അല്ലാഹ് ഏതായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിൽ. അസ്സലാമു അലൈക്കും. കേൾക്കണ്ടോ? ഹലോ. തടസ്സപ്പെടുത്തല്ല. അന്ന് ഇയാള് പ്രസംഗിക്കാണ്, നമ്മൾ ആദ്യം കുറച്ച് പിരിച്ചും എന്നിട്ട് പിന്നെ കടണ്ട് അങ്ങനെ നടക്കുന്നതാണ്. അങ്ങനത്തെ ഒരു പ്രസംഗം നടത്തുന്ന സമയത്ത് മൂപ്പര് ഇതേ രൂപത്തിൽ ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്തുകാണ് നിർത്തിക്കുന്ന ഒരു പഴയ ഒരു പ്രസംഗം നമ്മളൊക്കെ കയ്യിലുണ്ട്. ഈ സുലൈമാൻ ഉസ്താദ് ഇനി പ്രസംഗിക്കാൻ കുറെ സമയമുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ സമയം കുറവുണ്ടായതുകൊണ്ട് നമ്മളിപ്പോ താൽക്കാലികം നിർത്താന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ സാധുവിനെ അറിയില്ലേ സംഭവം ഇതെന്തിനാണ് രൂപീകരിക്കുന്നതെന്ന്. ഈ സാധുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടില്ല. അതല്ലാതെ അതിനെ സാധുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ അതിനെ വിളിച്ചിരുത്തിയതാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാണില്ല. അപ്പൊ ഈ സാധുവിന് ഈ സംഭവം ഒന്നും പറഞ്ഞെടുത്തിട്ടില്ലേ? ഇന്നിപ്പോ അവിടെ സുന്നി എന്ന് പറയരുത്, ഇന്നവിടെ മുസ്ലിം എന്നുള്ള പദമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി മുസ്ലിങ്ങളെ നമ്മൾ കൂട്ടും. ഇനി സുന്നികളായ പെണ്ണുങ്ങളായിട്ടും കാര്യമില്ല.
മുസ്ലിങ്ങളായ ആളുകൾക്കാണ് പരിഗണന ഉള്ളത്. കാരണം ആ വിദ്യാർത്ഥികാരാണെങ്കിലും ആരാണെങ്കിലും ശരി, കാദിയാനികളെ ആരൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടോ ആ മുസ്ലിങ്ങളൊക്കെ ആര്യയുടെ മോമിനൊക്കെ കൂട്ടും. ആര്യയുടെ മുഹമ്മദൊക്കെ ഇതാണല്ലോ, മുസ്ലിമാണല്ലോ. അപ്പൊ ആ ആര്യയുടെ മോമിനൊക്കെ ഇതിൽ കൂട്ടും. പക്ഷെ സുന്നികളായ പെണ്ണുങ്ങൾ നമ്മൾ ഇതിൽ കൂട്ടൂല. അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞത്. മൂപ്പര് പറഞ്ഞ അങ്ങനെയുള്ള ഉദ്ദേശിക്കും. എനിക്ക് അങ്ങനെ മനസ്സിലായത്. അത് സുന്നികള് മുസ്ലിങ്ങൾ എല്ലാവരും അണിനിരക്കുക, സുന്നി എന്നുള്ള പദം അത് വേണ്ട, പെണ്ണുങ്ങൾ ഇതിന് ഒഴിവാണ്. അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണ് മൂപ്പരുണ്ടാക്കുന്നത്. പിന്നെ രാഷ്ട്രീയ പാർട്ടി അല്ലേ. പക്ഷെ പേരോടിനതിൽ ഒരു ആനയോട് നമ്മളുടെ പേര് പത്രത്തിൽ ഞാൻ കണ്ടു. പേരോടിന്റെ പേര് നിങ്ങൾ ആരെങ്കിലും പത്രത്തിൽ എന്തെങ്കിലും ഒന്നായിട്ട് കണ്ടോ? നിങ്ങൾ ആരെയും കണ്ടോ? ക്ലിയർ മൈക്കണോ? മൈക്ക് ക്ലിയർ ഇല്ലേ? ഹലോ, ക്ലിയർ മൈക്ക് ക്ലിയർ ഇല്ല. ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? ഇല്ല, കട്ടുണ്ട്. ഞാൻ മൈക്ക് വിട്ടു സഹോദരന്മാരെ. ക്ലിയർ ഇല്ല. ഞാൻ എന്റെ മൈക്കിനെന്ത് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ മൈക്ക് വിട്ടതാണ്. അതുകൊണ്ട് അമീർ സാഹിബ് സുന്നിസപ്പ് ഒരുപാട് നേരം ആയതുകൊണ്ട് സുന്നിസ മൈക്ക് വിട്ട് പോകാൻ നിൽക്കുകയായിരിക്കും. ഗുഡാണ്. ഇപ്പൊ ഇവിടെ സമയത്ത് മൈക്ക് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. ആരെ പറഞ്ഞല്ലോ വരുമല്ലോ. ഏതായാലും ഞാൻ തുടക്കത്തിലുള്ള ക്ലിപ്പൊന്നും കേട്ടില്ല. ഇപ്പൊ നമ്മളിവിടെ എന്താ സംസാരിക്കാൻ, ഞാൻ തുടക്കത്തിൽ നിങ്ങൾ ഇവിടെ ഇട്ട ക്ലിപ്പൊന്നും ഇല്ല. 9:45 സംസാരം തുടങ്ങിയെന്നാ പറഞ്ഞത്. 9:45. അപ്പൊ എത്ര മണിക്കൂർ സംസാരിച്ചു? ഞാൻ സുലൈമാൻ മുസ്ലിയാരെ ക്ലിപ്പ് മാത്രമേ കേട്ടുള്ളൂ. പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള 2 പാട്ടും പിന്നെ വടുതലിന്റെ ഒരു ഇതും. അതിന്റെ തുടക്കത്തിലെ പേരോടെ സക്കാബി പറഞ്ഞതോ ഒന്നും കേട്ടില്ല. ഇൻഷാ അല്ലാഹ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുമായിരിക്കും. അത് ഇപ്പൊ ഒന്ന് കേൾക്കണം. ഏതായാലും SSFന്റെ പ്രകടനമാറ്റിക്കൊക്കെ ആളുകൾ ഇപ്പൊ ഈ സുലൈമാൻ മുസ്ലിയാരെ പ്രസംഗം ഒന്നും ഒരു കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ പോകും. നമ്മള് മുസ്ലിങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അല്ലേ, അങ്ങനെയൊക്കെ മൂപ്പര് സംസാരിച്ചത് ഇന്നായിരിക്കും AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല. കേൾക്കണം താല്പര്യമുള്ള ആളുകൾ കേട്ടോ, അല്ലാത്ത ആളുകളല്ല. കേൾക്കണം താല്പര്യമുള്ള ആളുകൾ ഇന്നായിരിക്കും അത് നമ്മളെ ക്ലാസ് റൂമിൽ വെച്ചായിരിക്കും കേട്ടിട്ടുണ്ടാവുക. നേരെ മറിച്ച് അവരവിടെ വെച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, തെക്ബീർ അങ്ങനെ ചെല്ലാൻ വേണ്ടി പറയാം. എന്ത് കേട്ടാലും തെക്ബീർ ചൊല്ലിക്കൊണ്ടിന്നാ പറയാം. അതുകൊണ്ട് അവരിതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ ശരിക്ക് ഈ സുലൈമാൻ മുസ്ലിയാരെ പ്രസംഗം മാത്രം കേട്ടാൽ മതി. നിങ്ങൾ ഒരിക്കലും സുന്നീന്ന് കൂട്ടാതെ ഒരു സംഘടന ഉണ്ടാക്കിയിൽ വല്ലാത്ത വിഷമമുള്ള ഒരു പ്രസിഡന്റാണ് നിങ്ങളെ പ്രസിഡന്റ്. സുന്നി എന്ന പദം ഇല്ലാതെ, ആ വാക്കില്ലാതെ നിങ്ങളൊരു സംഘടന ഉണ്ടാക്കി വല്ലാത്തതുണ്ട്. നിങ്ങൾ അയാളോട് അയാളുടെ വീട്ടിൽ പോയി ചോദിച്ചു നോക്കി, ഉസ്താദെ നമ്മൾ മുസ്ലിം ജമാഅത്ത് എന്ന സംഘടന ഉണ്ടെങ്കിൽ എനിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ പറയും എനിക്ക് വിഷമമുണ്ട്. കാരണം നമ്മൾ സുന്നികളാണ്. സുന്നിന്ന് കൂട്ടാത്തൊരു പരിപാടി ഞമ്മക്കില്ല. എന്താണ് നമ്മൾ 2015 ലാസ്റ്റ് ആവുമ്പോക്ക്, അല്ലെങ്കിൽ ഒരു മുഹറം ദുൽഹിജ്ജ ലാസ്റ്റ് ഒരു മുഹറം പുതിയ 1437 അല്ലേ, ആ 37 തുടങ്ങുമ്പോഴേക്കും എങ്ങനെയാണ് നമ്മൾ ഈ സുന്നിസൊക്കെ മടുത്ത ഒരവസ്ഥയ്ക്ക് എത്തിയത് എന്ന് ഈ സുലൈമാൻ മുസ്ലിയാർ നിങ്ങളോട് ചോദിക്കും. നിങ്ങളൊന്ന് പോയി ചോദിച്ചോ. ഈ സുലൈമാൻ മുസ്ലിയാരോട് ഇങ്ങനെ രഹസ്യമായിട്ട് ചോദിച്ചാൽ മതി. ഈ സുലൈമാൻ ഇപ്പൊ വേറെ നടക്കുന്നുണ്ട്. അത് ഞാൻ DC ആയിക്കാണ്, ഞാൻ പുറത്തു വയ്ക്കണോ? ഇവിടെ ആള് ഇവിടെ ഒരു അനക്കം പോലുമില്ല. സ്ക്രീന് പോലും അറിഞ്ഞില്ല ഇവിടെ. ഹലോ, നല്ല കട്ടുണ്ട് തോന്നുന്നുണ്ടല്ലേ? നോ DC. എന്റെ കമ്പ്യൂട്ടറിനും അല്ലേ കേൾക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇപ്പൊ നമ്മളോടല്ല, നമ്മളെ ആളുകളോടല്ല പറയുന്നത്. മറ്റുള്ള ആളുകൾ ഇപ്പൊ ക്ലാസ് റൂമിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ആ ആളുകള്
ഈ സുലൈമാൻ മുസ്ലിയാരെ പ്രസംഗം നിങ്ങൾ അവിടെ നടന്ന പരിപാടികൾ ഫുള്ളൊന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഫുള്ളൊന്ന് രണ്ടാമത് ഒന്നും കൂടി എന്ത് ചെയ്യാ റെക്കോർഡ് ചെയ്തതോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടി കേൾക്കുക, ശരിക്ക് കേൾക്കുക, തക്ബീറിന്റെ ഒച്ചമൊക്കൊന്നും ശ്രദ്ധിക്കണ്ട, ശരിക്ക് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. നമുക്കറിയാം മൂപ്പര് ഏത് സമയത്തും പ്രസംഗിക്കുന്ന സമയത്ത് മൂപ്പർക്ക് ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും ബീഹാറിന്ന് വിളിച്ചു, ലക്ഷദ്വീപിൽ നിന്ന് വിളിച്ചു, മറ്റൊരിടത്ത് വിളിച്ചു. അത് ലോകത്ത് മൂപ്പർക്ക് അപ്പ തൊള്ളി കിട്ടണ എല്ലാ സ്ഥലവും കഴിവാണ്. ഞാൻ ഉണ്ടാക്കുന്നു എന്നറിഞ്ഞപ്പോഴേക്കും ആ സമയത്ത് മൂപ്പർക്ക് തൊള്ളിയിൽ കിട്ടണ എല്ലാ സ്ഥലവും മൂപ്പര് കൂട്ടിപ്പറയുന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരു പഴയ കാലത്ത് മൂപ്പര് പ്രസംഗിച്ചൊരു ക്ലിപ്പുണ്ട് ഇവിടെ. നിധി നോക്കുവാണി മൂപ്പര് കാട്ടൂർ ചട്ടുമുട്ട് പരിപാടി അതുണ്ടാക്കാൻ തീരുമാനിച്ച് വെറും 40 കോടി ഉറുപ്പിക 4 ലക്ഷം ആളുകളോട് 1000 രൂപ വീതം വാങ്ങാമെന്ന് പറഞ്ഞപ്പോ മുഅ്മിനീങ്ങളതാ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഞങ്ങളുടെ 1000 സ്വീകരിക്കണം, അത് തികയുന്നതിന് മുമ്പ് ഞങ്ങളെ 1000 സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഫോണുകൾ വരികയാണ്. എന്ന് മാത്രമല്ല പലരും അവിടെ ആ പള്ളിയുടെ അടുത്ത് ഞങ്ങൾക്ക് മരിച്ചു കിടക്കാൻ, ഞങ്ങൾക്ക് കബറ് കിട്ടാൻ, ഞങ്ങൾക്ക് വീട് ഉണ്ടാക്കാൻ ഇതിലൊക്കെ സൗകര്യമാവുമോ എന്ന് വരെ നാടുന്നും ഞങ്ങളുടെ 1000 സ്വീകരിക്കണം, അത് തികയുന്നതിന് മുമ്പ് ഞങ്ങളെ 1000 സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഫോണുകൾ വരികയാണ്. എന്ന് മാത്രമല്ല പലരും അവിടെ ആ പള്ളിയുടെ അടുത്ത് ഞങ്ങൾക്ക് മരിച്ചു കിടക്കാൻ, ഞങ്ങൾക്ക് കബറ് കിട്ടാൻ, ഞങ്ങൾക്ക് വീട് ഉണ്ടാക്കാൻ ഇതിലൊക്കെ സൗകര്യമാവുമോ? നിങ്ങളിതൊന്ന് പറഞ്ഞാണേ. ആളുകൾ വിളിച്ചു മൂപ്പരോട് എന്താ പറയണത്? ഞങ്ങൾക്ക് അതിന്റെ അടുക്ക കബറുണ്ടാക്കാന്, മരിച്ചു കിടക്കാന്, വീടുണ്ടാക്കാൻ. എന്താ ആർക്കും മനസ്സിലായോ? ആളുകൾക്ക് പള്ളിന്റെ അടുത്ത് വീടുണ്ടാക്കാൻ വേണ്ടി കാണുന്ന സ്ഥലം കിട്ടുമോന്ന് ചോദിച്ചോ. അപ്പൊ മൂപ്പർക്ക് അപ്പൊ തൊള്ളി കിട്ടുന്നതൊക്കെ മൂപ്പര് പറയണ സംഭവം. അപ്പൊ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ വിളിച്ചേക്കാണ്. എന്തിനൊക്കെ വിളി? എന്തിനൊക്കെയാണ് മൂപ്പർക്ക് വിളിച്ചത്? ആളുകൾക്ക് അതിന്റെ അടുത്ത് മരിച്ചു കിടക്കണം, ചില ആളുകൾക്ക് അതിന്റെ അടുത്ത് വീടുണ്ടാക്കണം, ചില ആളുകൾക്ക് ഇതിലെന്താ സംഭവമെന്നോ? ഇവിടെ 2-3 കാര്യങ്ങൾ മൂപ്പരാണ് മറന്നാ മതി. മരിച്ചു കിടക്കാൻ, ഖബറുണ്ടാക്കാൻ എന്നൊന്നും ലക്ഷ്യമില്ല ഉസ്താദെ. ആളുകൾക്ക് അതിന്റെ അടുത്ത് ഒരു കട ഇടാൻ താല്പര്യമുണ്ട്, വത്തക്ക കച്ചവടം തുടങ്ങാനും മറ്റുള്ള കടകളൊക്കെ തുടങ്ങാൻ താല്പര്യമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ ഇടങ്ങാറായിക്കാണ്ട് നമ്മൾ എന്നും പറഞ്ഞ മാതിരി എന്തിനാ നിങ്ങൾ ഈ വളച്ച് പറഞ്ഞത്? ആളുകൾ നിങ്ങൾക്ക് വിളിച്ചൊക്കെ എന്തിനാണ്? ഉസ്താദെ നിങ്ങൾ അവിടെ അങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ അടുത്ത് ചെറിയൊരു മുട്ടായിക്കട ഇടണം, അല്ലെങ്കിൽ ഒരു വത്തക്കച്ചവടം ഇടണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങണം. അങ്ങനെ പറഞ്ഞാൽ മതി. വെറുതെ ആളുകൾ മരിച്ചെടുക്കാനും ഖബറുണ്ടാക്കാനും നിങ്ങളാ അതിന്റെ അടുത്ത് നോളജ് സിറ്റിക്ക് വരൂല. നിങ്ങളന്ന് പള്ളി ഉണ്ടാക്കാനല്ല നിങ്ങളെ ലക്ഷ്യമുള്ളത് നോളജ് സിറ്റി ഉണ്ടാക്കാനാണ്. അതിന്റെ അടുത്ത ആളുകൾക്ക് ഇപ്പൊ ഞാനാണെങ്കിലും അതിന്റെ അടുത്തൊരു കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത എന്ത് SSF ഗുലാബി കച്ചവടം നിങ്ങൾ അതിന്റെ അപ്പുറത്തല്ല. നിങ്ങൾ പറയുകയാണേ ഇനി ലാസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾ പറയുകയാണെ ഈ ജ്യൂസിൽ ഇതിൽ ഈ ജ്യൂസ് എന്തുകൊണ്ടടിച്ചതാണോ മർക്കസിലെ മുടിയിട്ട വെള്ളം കൊണ്ടടിച്ചതാണ്. അപ്പൊ ആ ജ്യൂസിന് വില അവിടെ കൂടും ചെയ്യും, കച്ചവടം കൂടും, വരിക്ക് നിൽക്കാനും ആളുണ്ടാവും, പൈസയും കൂടും. നിങ്ങൾ ഇനി അങ്ങനെ കൂടി പ്രചരിപ്പിച്ചു നോക്കാണ്. ഈ ജ്യൂസൊക്കെ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടേ? ഈ ജ്യൂസൊക്കെ പറഞ്ഞ വെള്ളക്കെ, ഈ ജ്യൂസൊക്കെ ഉപയോഗിക്കുന്ന വെള്ളക്കെ ആ മുടി മുക്കിയ വെള്ളാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒന്നും കൂടി കച്ചവടം കൂടും. അപ്പൊ ഇങ്ങനെ മൂപ്പരുടെ കാഴ്ച ഈ മനുഷ്യനെന്റെ ഒരു വാചാലത എന്നോ, ഈ വാചാലതന്റെ അടിയിൽ മൂപ്പരങ്ങടെ കാച്ചി വിടുകയാണ്. ഈ സാധു കാഴ്ചകളും ഇപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്നലെ മൂപ്പര് സംസാരിക്കുന്ന സമയത്ത് വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ കിട്ടുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞില്ലേ? ആർക്കാണ്? എല്ലാവർക്കും മൂപ്പര് പറയാണ് ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഈ വഖഫ് ബോർഡിന്റെ മുതലും സ്വത്തൊക്കെ എല്ലാവർക്കും കൊടുക്കലല്ലേ? അപ്പൊ മൂപ്പരൊക്കെ ഭേദം കിട്ടും ഇങ്ങനെ പറയാം. ഇപ്പൊ നേരത്തെ സുന്നിസെട്ട് ഒരു ക്ലിപ്പുണ്ടില്ല, എന്താണ് അയാൾ പറയുന്നതെന്ന്. അപ്പൊ പറയാൻ എന്താണ്? അപ്പൊ മൂപ്പർക്ക് താൽക്കാലിക ആ സമയത്ത് മൂപ്പര് പോലീസുകാരങ്ങനെ സോപ്പിടുന്നത് ഞങ്ങൾ അച്ചടക്കമുള്ളവരാണ്,
ഞങ്ങൾ ആ അച്ചടക്ക ശീലമുള്ളവരാണ് എന്ന് ഇവിടെയുള്ള പോലീസുകാരും രഹസ്യമായി കേൾക്കുന്നവരും രഹസ്യ CID-ക്കാരും അവരൊക്കെ മനസ്സിലാക്കട്ടെ. എന്തിനാ നാളെ മൂപ്പർക്ക് തല്ലുണ്ടാക്കാനാണേ, മൂപ്പർക്ക് വേറെ പള്ളി നാളെ പിടിക്കാണ്ടേ. അപ്പൊ എന്തിനാ അഡ്വാൻസ് ആയിട്ട് ഈ സാധു പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര അച്ചടക്കമുള്ള ആളുകളാണ്, അനുസരണമുള്ള ആളുകളാണ്, ചേകന്നൂരിനെ കൊണ്ടുപോയത് ഞങ്ങളല്ല എന്നൊക്കെയാണ് മൂപ്പരിപ്പോ പറയണത്. സംഭവം തിരിഞ്ഞിട്ടില്ലേ? ചേകന്നൂരിനെ കൊണ്ടുപോയതൊക്കെ മൂപ്പരെ എടുത്തുകാണാ, വിരലൊക്കെ മൂപ്പരെ എടുത്തുകാണ് ചൂണ്ടുന്നത്. അപ്പൊ ഇത് സാധു വിളിച്ചു പറയാ, ഇല്ല ഞങ്ങൾ കട്ടെടുത്തിട്ടില്ല, ഞങ്ങൾ അപ്പം കട്ടിട്ടില്ല, ഞങ്ങൾ ചെമ്പട്ടി കട്ടിട്ടില്ല, ചീനച്ചട്ടി കട്ടിട്ടില്ല, അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ പറയുന്നത്. ആ രൂപത്തിൽ ഈ സാധു ഇങ്ങനെ പറയും. ഇത്ര ഒരു അപഹാസ്യനായൊരു മനുഷ്യനെ നോക്കാണ്. ഇയാൾ ഈ പള്ളിന്റെ വിഷയം പറയുന്ന സമയത്ത് മൂപ്പര് പറയുന്നുണ്ട്, ഒരു മിനിറ്റ്, സുന്നിസം പോയോ? സുന്നിസം കുറെ സമയം എന്നുവരെ 4 ഭാഗത്തുനിന്നും ജനങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ. അപ്പോഴാണ് റസൂലുള്ള ഹദറുൽ അസ്വദ് വെച്ചപ്പോ ഇത് നമ്മൾ പറഞ്ഞല്ലോ എന്നതുപോലെ ഒരു കൂട്ടർക്ക് പറ്റിപ്പോയല്ലോ, ഇത്ര എളുപ്പമുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ, ഒരു തോന്നലിപ്പങ്ങ് വന്നുട്ടതാണ്. അതുകൊണ്ട് അതിനൊന്നും ആരും ബേജാറാവണ്ട. ആ പള്ളിയുടെ ഫോട്ടോ ആണിത്, അതിന്റെ കൂപ്പണാണിത്, 1000 രൂപയുടെ കൂപ്പണാണ്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഒരു ഉറുപ്പിയും ആരെ കയ്യിൽ നിന്നും പള്ളിക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഇല്ലല്ലോ ഉസ്താദേ? ഉസ്താദേ, ആരെ കയ്യിൽ നിന്നും ഒരു ഉറുപ്പി ഞങ്ങൾ പള്ളിക്ക് എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടില്ല. ഈ പള്ളിന്റെ ഫോട്ടോ ആണിത്, ഈ പള്ളിന്റെ കൂപ്പണാണിത്, 1000 രൂപയുടെ കൂപ്പണാണിത്. ഒന്നുകൂടി കേട്ടോളി, SSF നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോളി, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ കേൾക്കണേന് നമുക്ക് കായും വേണ്ട. അതിനൊന്നും ആരും ബേജാറാവണ്ട. ആ പള്ളിയുടെ ഫോട്ടോ ആണിത്, അതിന്റെ കൂപ്പണാണിത്, 1000 രൂപ. ഇതിനൊന്നും ആരും ബേജാറാവണ്ട. ആ പള്ളിയുടെ ഫോട്ടോ ആണിത്, അതിന്റെ കൂപ്പണാണിത്, 1000 രൂപയുടെ കൂപ്പണാണ്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ തന്നെ തരുന്നതാണ്. അതിന്റെ പുറത്തുള്ളവരോട് നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിയാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിയൊക്കെ പറഞ്ഞപ്പോ അതിന് കുട്ടികൾ പാട്ട് തുടങ്ങി. കാരണം മൂപ്പർക്ക് കുട്ടിയൊക്കെ ഇയാൾ ബുദ്ധി പറഞ്ഞിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ മാതിരി കുടുങ്ങും വിചാരിച്ചിട്ട്. ഇൻഷാ അല്ലാഹ് പഴയ ഇവരുടെ പ്രസംഗങ്ങളൊക്കെ എങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ഇയാൾ സമസ്തയിലൊക്കെ നിന്ന സമയത്ത് ഇയാളുടെ സംസാരവും ഇയാളുടെ വാചാലതയും ഇയാളുടെ കഴിവൊക്കെ എത്ര ഒരു കഴിവുള്ള മനുഷ്യനാണ് നിങ്ങൾ വിചാരം. ഇയാളൊക്കെ തലയൊക്കെ വെച്ച് ഉയരാണെച്ചെങ്കിൽ UN-ന്റെ സെക്രട്ടറിയും അമേരിക്കന്റെ പ്രസിഡന്റും അതിന്റെ പുറത്ത് ഇയാൾ ചന്ദ്രന്റെ മുതലാളിയെ കാണേണ്ട അത്രയും കഴിവുള്ള ആളാ. പക്ഷെ ഉസ്താദുമാരുടെ കുരുത്തക്കേട് തലക്ക് മുകളിൽ ഉണ്ടായത് കൊണ്ട് അത്തും വിത്തും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോ ഇനി ഇപ്പൊ മൂപ്പരുണ്ടാക്കണ എന്താണ്? മുസ്ലിം ജമായത്തല്ലേ? കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യ ജമായത്ത് ഉണ്ടാക്കും. കാരണം എന്താണോ, വോട്ടിനാണ് മൂപ്പര് ഈ വാല് പൊന്തിച്ചിട്ടുള്ളത്. മൂപ്പരിപ്പോ വാല് പൊന്തിച്ചിട്ടുള്ളത് വോട്ടിന് വേണ്ടിയിട്ടാണ്. ഇനി മൂപ്പര് കുറച്ചു കാലം ഇപ്പൊ സുന്നി ഒഴിവാക്കി, മൂപ്പര് മുസ്ലിം ജമായത്താക്കി. ഇനി ഈ മുസ്ലിം എന്നുള്ളത് മാറ്റിയിട്ട് മൂപ്പര് എന്താക്കുന്നോ, ഇനി മനുഷ്യ ജമായത്താക്കും. എല്ലാവർക്കും പങ്കെടുക്കാം, എല്ലാവർക്കും അതിൽ കൂടാ, എല്ലാവർക്കും മെമ്പർഷിപ്പ് തരും എന്ന് പറഞ്ഞു മൂപ്പരിങ്ങനെ ഈ കുരങ്ങന്റെ വാല് മുറിന്നാണില്ലേ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യണ്ടായത്. കാരണം ആ ഗ്രൂപ്പിന്റെ കൂടെ ഇന്നലെ മൂപ്പരുണ്ടായിരുന്നത്. കുരങ്ങന്റെ വാല് മുറിഞ്ഞ് പരിണാമ സിദ്ധാന്തം, വാല് മുറിഞ്ഞു 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 വന്നാണ് മനുഷ്യണ്ടായത്. ഓരോ കൂടെയുള്ള കുറച്ചാലും നടന്നത്. അപ്പൊ ഇങ്ങനെ സുന്നി മുറിച്ചു. ഇപ്പൊ മൂപ്പര് സുന്നി മുറിച്ചു, ഇനി മൂപ്പര് മുസ്ലിം മുറിക്കും. മുസ്ലിം മുറിച്ചിട്ട് മൂപ്പര് മനുഷ്യനാക്കും. മനുഷ്യൻ മുറിച്ചിട്ട് പിന്നെ മൂപ്പര് എല്ലാം കൂടി ഹയവാൻ എന്നുള്ളത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യന്മാർക്കും മൃഗന്മാർക്കും എല്ലാത്തിനും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അത് പരിണാമ സിദ്ധാന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിന്തിക്കണം. കാരണം ഈ മനുഷ്യൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. പിന്നെ ഇയാൾക്ക് തക്ബീർ ചൊല്ലി ഇത്ര കാലം നടന്ന പ്രായമായി ഒന്നിനും പറ്റാത്തൊരു വിഭാഗമായ ആളുകൾ ഹയവാന്റെ മാർഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഹയവാന്മാർക്കും മനുഷ്യന്മാർക്കും അല്ലെ കുല്ലു ഇൻസാൻ ഹയവാൻ എന്ന് പറഞ്ഞില്ലേ, കുല്ലു ഇൻസാൻ ഹയവാൻ. ഇനി ആ ഹയവാനും നാത്തിക്ക് പിന്നെ മറ്റേത് ഹയവാന്മാരും കൂടി കൂടിയിട്ടുള്ള ഒരു സംഘടന ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കാം. എന്റെ പ്രിയപ്പെട്ട SSF-കാരാ ഡീലും അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കണം.
സുന്നി എന്ന പദം ഉപയോഗിക്കാതെ, ഇന്നിപ്പോ ബഹുമാനപ്പെട്ട സുന്നിസ് സംസാരിക്കുന്ന കണ്ടില്ലേ, സുന്നി എന്ന് പറയാത്തൊരു സബക്ക് ഉണ്ടാവില്ല, ഒരു ക്ലാസ് ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. സുന്നി എന്ന് പറയാത്തൊരു ദിവസം ഉണ്ടാവില്ല, ഒരു സെക്കൻഡ് ഉണ്ടാവില്ല, ഒരു സമയം ഉണ്ടാവില്ല. ഒരു മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. അയാളാണ് അതിന്റെ പ്രസിഡന്റ്. സുന്നി 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 എന്ന് തസ്ബീഹ് ചെല്ലും പോലെ, തഹ്ലീൽ ചെല്ലും പോലെ ഇത് കേട്ടിട്ടാണ് ഒരുപാട് ആളുകൾ. ഞാൻ എന്റെ ഉസ്താദ് മുമ്പ് ഇവരെ കൂടെ പോകാനുള്ള കാരണം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. സുന്നി എന്ന് പറയുന്നതും കേൾക്കുന്നതും അവരിൽ നിന്നാണ് കൂടുതൽ. ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു, അവരിൽ സുന്നി ഇല്ലാത്തത് കൊണ്ടാണ് അവർ സുന്നി 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 എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ സുന്നിസുണ്ട്. ആ സമയത്ത് നമ്മൾ സുന്നി സുന്നി എന്ന് 2 വട്ടം പറഞ്ഞാലോ 3 വട്ടം പറഞ്ഞാൽ മതി. കാരണം നമ്മളെ കൂടെ 3-4 ദിവസം നമ്മളെ സമസ്തയുടെ പണ്ഡിതന്മാരുടെ കൂടെ, സമസ്തയുടെ നേതാക്കന്മാരുടെ കൂടെ, സമസ്തയുടെ അനുഭാവികളുടെ കൂടെ, പ്രവർത്തകന്മാരുടെ കൂടെ നടന്നാൽ സുന്നിസ് എന്താണെന്ന് മനസ്സിലാവും. നേരെ മറിച്ച് സുന്നി 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 എന്ന് പറയുന്നത് എന്തിനാണ്? അവരുടെ കൂടെ നടന്നാൽ സുന്നിസ് എന്ന് മാത്രമല്ല, മനുഷ്യത്വം പോലും മരവിച്ചു പോകും. അങ്ങനത്തെ ആളുകളാണ് അവരുടെ കൂട്ടത്തിലുള്ളത്. മനുഷ്യന്മാർക്ക് ഇതൊന്നും നമ്മൾ പറയുന്നല്ല, നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട SSF-കാര, നിങ്ങൾ ഈ വാല് മുറിച്ച് നിങ്ങൾ ഈ പോകുന്നത് എവിടേക്കാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓരോ ദിവസങ്ങളിലും അപജയം, ഓരോ ദിവസങ്ങളിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം അറിയോ? മഹാന്മാരായ ഉസ്താദുമാരെ കുറിച്ച് അവർക്കെതിരെ നടത്തിയ ഒരു ആരോപണം ഉണ്ടായിരുന്നു. എന്താ ആരോപണം? അവർക്ക് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അവർ പിഴച്ചുപോയി, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ചോർന്നുപോയി, സുന്നത്ത് ജമാഅത്തിന്റെ തീവ്രത നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ സുന്നി പറയാൻ ഇനി ആരെ ഏൽപ്പിച്ചിട്ടുള്ളത്? ഉള്ളാൽ തങ്ങൾ പാപ്പാനെയും കാന്തപുരം ഉസ്താദിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ സുന്നി പറയുന്നത് ആ ഉള്ളാൽ തങ്ങൾ പാപ്പ മരിച്ചുപോയി, അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഇന്ന് സുന്നിസം പറയാൻ ഏൽപ്പിച്ച ആളാണ് ഈ സുലൈമാൻ മുസ്ലിയാര്. ഈ സുലൈമാൻ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്ക് ഭയങ്കര പേടിയുണ്ട്, ആശങ്കയുണ്ട്. മൊലിയരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളിട്ടോ, നിങ്ങളെ പേടിക്ക് പുല്ല് വിലയാണ്. നിങ്ങൾ മുമ്പ് മർക്കസിൽ വെച്ച് പ്രസംഗിച്ചത് AP സ്ഥാനമുല്ല വെച്ച് പ്രസംഗിച്ച് ഓർമ്മല്ലേ? ആ ക്ലിപ്പൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. ഒരു കാര്യങ്ങൾ ഒരുങ്ങി എന്ന് പറഞ്ഞു കാണി നമ്മൾ ആളുകളെ കുറച്ച് കടം വാങ്ങും. എന്നിട്ട് പിന്നെ ഇങ്ങനെ പിരിച്ചാൻ വേണ്ടി എനിക്ക് കടണ്ട് കാരണം ഇങ്ങനെ പിരിച്ചാൻ വേണ്ടി നടക്കുക. ഈ പ്രവണതയൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്ന് APയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിച്ചത് നിങ്ങൾ മറന്നോ? അതുകൊണ്ട് നിങ്ങളുടെ ഉപദേശങ്ങൾ കൂടിയാൽ ഒരു കാര്യം മാത്രമേ ഈ സുലൈമാൻ മുസ്ലിയാരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഇപ്പൊ കിട്ടണ മൈക്കണ്ടല്ലോ, ഇനി കിട്ടാതെയാകും. ഉള്ളാൽ തങ്ങൾ പാപ്പാക്ക് അവസാന കാലഘട്ടത്തിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആലോചിച്ചോളി. ഈ സുലൈമാൻ മുസ്ലിയാര് ഈ നിലപാടുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈ സുലൈമാൻ മുസ്ലിയാർക്ക് മൈക്ക് നഷ്ടപ്പെടും. AP വിഭാഗത്തിന്റെ AP ഉസ്താദ് പങ്കെടുക്കുന്ന സദസ്സുകളിൽ നിന്ന് അയാൾക്ക് മൈക്ക് കിട്ടാത്തൊരവസ്ഥ വരും. നിങ്ങൾ കാത്തിരുന്ന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുകൊണ്ടിങ്ങി. ഇയാൾ ഇങ്ങനെ പ്രസംഗിക്കാണ്. ഇന്നലൊക്കെ അയാൾ പ്രസംഗിച്ചെന്ന ശരിക്ക് അവിടെയുള്ള AP ഉസ്താദിന്റെ തലക്ക് ഒരു ചുറ്റികെടുത്ത് തച്ചിട്ടില്ല എന്നുള്ളൂ. നേരെ ഒരു തലക്ക് ഒരു ചുറ്റികെടുത്ത് തച്ചിട്ടില്ല എന്നുള്ളൂ. നമ്മൾ പറയല്ലോ തൈനുൽ ലിസാനി, അങ്ങനെ പറയണ്ടല്ലോ, നാവ് കൊണ്ടുള്ള കുത്ത് കുന്തം കൊണ്ടുള്ള കുത്തിനേക്കാൾ ആയമേറിയ മുറിവുണ്ടാക്കുന്നു പറഞ്ഞില്ലേ? ശരിക്ക് മൂപ്പര് വടിയെടുത്ത് നേരിട്ട് തച്ചിട്ടില്ല എന്നുള്ളൂ. നാവായിട്ട് ശരിക്ക് ഇയാളെ കുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സുന്നിസം തീവ്രതയുള്ള ആളുകള്, സുന്നി പറയുന്ന ആളുകൾ, നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട് സുന്നി 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 എന്ന് ഈ ഒലക്കൊക്കെ ചിറ്റിട്ട മാതിരി എന്ന് പറയുന്നുണ്ട്. അപ്പുറത്ത് സുന്നി, ഇപ്പുറത്ത് സുന്നി മദ്രസ, സുന്നി പള്ളി. ഇനി നിങ്ങൾ നോക്കിക്കോളി, അടുത്ത നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പള്ളി എന്തേക്കാരം? മുസ്ലിം പള്ളി. ക്രിസ്ത്യൻ പള്ളിയാണ് മാതിരി മുസ്ലിം പള്ളി കാര്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. കാരണം എന്താ? ആ രൂപത്തിലേക്ക് അതപ്പതിച്ച് അവസാന സമയമാകുമ്പോ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ പറഞ്ഞില്ലേ, അവസാന കാലമാകുമ്പോ ദീൻ അവനിൽ ഉണ്ടാകൂലാന്ന്. മതം,
പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത്, പരിശുദ്ധ ദീൻ അവനിൽ ഉണ്ടാകൂല. ആ കാലം ഞങ്ങൾ കാത്തിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുന്നു, അള്ളാഹുവെ അയാൾക്കും അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും നീ ഹിദായത്ത് കൊടുക്കണേ. ഉസ്താദുമാരുടെ കുരുത്തക്കേടുണ്ടാവും. ഉസ്താദുമാരുടെ കുരുത്തക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. തൗബയുണ്ടല്ലോ, യഥാർത്ഥ പാതയിലേക്ക് മടങ്ങാനുള്ള ചാൻസ് ഉണ്ടല്ലോ. തൗബക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യുക, മടങ്ങുക. കാരണം ധിക്കരിച്ചിരിക്കുന്നത് സ്വന്തം ആദ്യം തുടക്കത്തിൽ തന്നെ മീസാൻ മുതൽ ഓതിത്തന്ന ഉസ്താദുമാരെയാണ് നിങ്ങൾ ധിക്കരിച്ചിട്ടുള്ളത്, കളിയാക്കിയിട്ടുള്ളത്, പരിഹസിച്ചിട്ടുള്ളത്, അവഹേളിച്ചിട്ടുള്ളത്. അവരെയാണ് നിങ്ങൾ ധിക്കരിച്ചിട്ടുള്ളത്. അവർക്കെതിരെയാണ് നിങ്ങൾ സക്കാഫികളെയും അന്നുള്ള ഒരു ഗുണ്ടകളെയും വിട്ട് ഗുണ്ടായിസം കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എപി ഉസ്താദിനോട് പറയാനുള്ളത്, തിരുത്തുക. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ. ഈ സമയത്തൊക്കെ ഇവിടെയൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്തും എന്റെ SKSF ക്ലാസ് റൂമിലുള്ള ഓരോ പ്രവർത്തകന്മാരെയും ആഗ്രഹം, അയാൾ പറ്റ ഇബിലീസിനെ പോലെ പറ്റ ലയനത്താക്കി പോകണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കണില്ല. അയാൾക്ക് ചാൻസ് ഉണ്ട്, അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ചാൻസ് ഉണ്ട്. സ്ഥാനും മാനും അഹങ്കാരം ഒക്കാണ്ട് മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനായി, ഒരു മുസ്ലിമായി, ഒരു സുന്നിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം മരിക്കുന്നതിന് മുമ്പ് അയാൾ അള്ളാഹു നന്നാക്കട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. അയാളുടെ കൂടെയുള്ള ആളുകളെ ഇൻഷാ അല്ലാഹ്. ഇനി രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ആര് രൂപീകരിച്ചാലും നമുക്ക് ബേജാറൊന്നുമില്ല. സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ആര് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാലും നമുക്ക് ബേജാർ. നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഒരു മിനിറ്റ്. നമുക്കൊക്കെ രാഷ്ട്രീയ പാർട്ടി ആരൂപീകരിച്ചാലും പേടില്ലാത്തത് സമസ്തക്കൊരു നിലപാടുണ്ട്. എന്താ സമസ്തക്ക് നിലപാട്? വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സമസ്തക്കൊരു രാഷ്ട്രീയ നിലപാടില്ല. അത് ഓരോ നാട്ടിലും ഇപ്പൊ നമ്മളെ ഈ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മളെ നാട്ടിലേക്കുള്ള ഓരോ സത്യങ്ങളും ഓരോ അവസ്ഥകളും ആ നാട്ടില് പല സമയത്തും നമുക്ക് ഹൈറാവുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. മൊത്തത്തിലൊരു തീരുമാനമുണ്ട്. മൊത്തത്തിലെ സമസ്തന്റെ തീരുമാനം എന്ന് പറഞ്ഞാല് ഇസ്ലാമിക വിരുദ്ധരായ ആളുകൾ, ഇസ്ലാമിക വിരുദ്ധ, കാരണം നമ്മളെ പ്രവർത്തന സ്വാതന്ത്ര്യം തടയുക, നമ്മളെ ഒരിക്കലും നമ്മളെ പള്ളികൾക്കും മദ്രസകൾക്കും എതിരെ പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ നിഗൂഢമായി പ്രവർത്തിക്കുകയും അതിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ എതിർക്കണം എന്നുള്ള മൊത്തത്തിലുള്ള. പക്ഷേ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തക്കൊരു രാഷ്ട്രീയമല്ല, സമസ്തക്കൊരു രാഷ്ട്രീയമല്ല, വ്യക്തികൾക്കാണ് രാഷ്ട്രീയം. രണ്ടിലും സജീവമായ ആളുകൾ വളരെ നമുക്കറിയാം. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ, പൂക്കോയ തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങള്, അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാര് രണ്ടിലും ഒരുപോലെ പ്രവർത്തിച്ച ആളുകളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങള് സമസ്തയുടെ ഭാരവാഹിയായിരുന്നില്ല. ഭാരവാഹി എന്ന് പറഞ്ഞ സമസ്തയുടെ ഔദ്യോഗികമായ സ്ഥാനങ്ങളില്ലായിരുന്നു. പട്ടിക്കാട് കോളേജിന്റെ പ്രസിഡന്റായിരുന്നു, മഹല്ലുകളുടെ ഖാദിയായിരുന്നു. സമസ്ത മുഷാവറയിലൊന്നും ഉണ്ടായിട്ടില്ല. പല ആളുകളും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് എന്താ അങ്ങനെ പറഞ്ഞെന്ന് പറയാറുണ്ട്. മൂളല് തുടങ്ങിക്കണം അബൂസവാദ് മൈക്കിട്ട് മൂളല് തുടങ്ങിയോ? എന്റെ കയ്യിൽ തന്നെയാണോ വൈക്കാണ്? അല്ലല്ല. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഇപ്പോ സാന്ദർഭികമായിട്ട് നമ്മുടെ നാടുകളിലേക്കുള്ള ചില സഖ്യങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് അവിടെ ഉള്ള ഹൈറായ കാര്യങ്ങൾ അനുസരിച്ച് നമ്മളൊക്കെ ചിലപ്പോൾ വോട്ടൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ പല സമയത്തും സമസ്തക്ക് ഒരു രാഷ്ട്രീയമല്ല, വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം. അവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് എതിരെ പ്രവർത്തിക്കുന്ന, മുസ്ലിങ്ങൾക്ക് എതിരാകുന്ന, മുസ്ലിങ്ങളെ എതിർക്കുന്ന, മുസ്ലിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന അവരുടെയൊക്കെ ജയം കൊണ്ട് ഈ മുസ്ലിം സമൂഹത്തിന് നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അതിനെന്താ പ്രശ്നമുള്ളത്? അതിനൊരു വിഷയമില്ല. അത് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നമ്മള് ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ട എന്താണ്, നമ്മള് ഒരു തെറ്റ്, നമ്മളിപ്പോ ഒരാളെ സ്ഥാനാർത്ഥിയായി ജയിപ്പിച്ചു, അയാള് പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കുന്ന ഒരു സമീപനാണ് സ്വീകരിക്കുന്നത്. മുസ്ലിം പ്രത്യേകിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യത്തിന് അയാൾ തടയിടുന്നുണ്ട്.
അങ്ങനെയൊക്കെയുള്ള ആളുകളും അങ്ങനെയൊക്കെയുള്ള സംഘടനകളൊക്കെ ജയിപ്പിക്കുന്ന സമയത്ത് അതിനൊക്കെ സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്ത അള്ളാഹിന്റെ കുറ്റം കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അവിടെയൊക്കെ നോക്കിയിട്ട് ബുദ്ധിയുള്ള നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുക. കൃത്യമായി നമുക്ക് കിട്ടിയ വോട്ടുകൾ നമുക്കും നമ്മുടെ നാടിനും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിനും ഹൈറായ നല്ല രൂപത്തിലാകുന്ന രൂപത്തിൽ നമ്മളെ വോട്ടുകൾ ഉപയോഗിക്കുക എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി ബഹുമാനപ്പെട്ട അബൂ സവാദ് അങ്ങനത്തെ മറ്റുള്ള ആളുകളൊക്കെ മൈക്കിൽ വരട്ടെ. സുന്നി സാഹിന്റെ അടിയിൽ കൂടി വെല്ലം പോയി അമീർ സാഹിബ് അപ്പത്തിന് ഞാൻ മൈക്കെടുത്തപ്പോ സുന്നിസോ ചോദ്യം ചോദിക്കാൻ മാറ്റിയിട്ടുണ്ട്. ചോദ്യം ചോദിച്ചാണ് ഞാൻ താഴത്തേക്ക് നോക്കുമ്പോൾ സുന്നിസ് ഉണ്ടായിട്ടില്ല. ഒരുപാട് സമയം ഒരാൾ സംസാരിക്കണം. മാത്രമല്ല അന്ന് തുടക്കത്തിലൊക്കെ നല്ല നല്ല സംസാരം എന്നാ പറഞ്ഞത്, ഞാനത് കേട്ടില്ല. തുടക്കത്തിലൊക്കെ നല്ലോണം, അതായത് എ പി വിഭാഗത്തിന് കേട്ട ആളുകള്, അതായത് എ പി വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഒരു ബുദ്ധി തുറന്ന്, കണ്ണ് തുറന്ന്, ചെവി തുറന്ന് എന്നൊക്കെ പറയാം. ഇങ്ങനെ ബുദ്ധി തുറക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ തുറക്കാന്ന് ചോദിക്കേണ്ടി വന്നേ കേട്ടോ, അല്ലെ? കണ്ണ് തുറന്ന് ചെവി തുറന്ന് എന്നൊക്കെ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഇന്നത്തെ സുന്നിസത്തിന്റെ അവതരണത്തിൽ നിന്ന് തന്നെ അവർക്ക് കൃത്യം മനസ്സിലാക്കാൻ കഴിയും, അല്ലെ? ഈ സുലൈമാൻ മുസ്ലിയാരെ പ്രസംഗം ഇങ്ങനെ ഇട്ടിട്ട്, മാത്രല്ല ആ വടുതലന്റെ ക്ലിപ്പ് പല സമയത്തും സുന്നിസ് ഇടാറുണ്ട്, അല്ലെ? ആ വടുതലിന്റെ ക്ലിപ്പ് നേരുണ്ടാവില്ല, റസൂലുള്ളാഹിക്ക് നേരുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ 10 പ്രത്യേകതകൾ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്ന ആ പാട്ടൊക്കെ ഇട്ടിട്ട് വടുതലെങ്ങനെ പ്രസംഗിക്കുന്നു അതിങ്ങനെ ഇട്ടു. അപ്പൊ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക്, സത്യം മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, സത്യത്തിന്റെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരാൾക്ക്, ആ നിലപാട്, ഞാൻ സത്യസന്ധമായ നിലപാട് എനിക്ക് ശരിയാണെന്ന് തോന്നിയാൽ ആ നിലപാട് സ്വീകരിക്കണം എന്ന് തോന്നുന്ന ആൾക്ക് സത്യം മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു സംസാരവും ഒരു പ്രസംഗവും ഒരു ചർച്ച ഇവിടെ നടന്നിട്ടുണ്ട്. അത്ര നമ്മൾ പറയാനുള്ളൂ. നമ്മളിതിൽ നമുക്ക് ഒരിക്കലും നമ്മൾ സമസ്തക്കാരായ ആളുകൾ ഇതിലൊന്നൊരു വലിയ വാശി കാണിക്കുന്ന ആളുകളല്ല. നമ്മൾ നിരന്തരം ഈ വിഷയങ്ങൾ പറഞ്ഞുകൊടുക്കും. കാലങ്ങളായിട്ട് തൗഹീദിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ലേ, മറ്റ് വിധേയികൾക്കെതിരെ നമ്മൾ സംസാരിക്കുന്നില്ലേ, അതേ രൂപത്തില് തെറ്റിദ്ധാരണ പരത്തുന്ന, തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആളുകളെ യഥാർത്ഥ പാതയിലേക്ക്, നന്മയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അവരെ പരിഹസിക്കാനോ എന്നല്ല. നിങ്ങൾ മുമ്പ് ഷായറെ മുബാറക്കിനെ കുറിച്ച് പാടിയ പാട്ടുകള് അത് ഓർമ്മണ്ടോ? അത് ഞങ്ങൾ എന്നിട്ട് കാണിച്ചു തരാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ മുമ്പ് പാടിയിട്ടുണ്ട്. ഷായറെ മുബാറക്ക് കാണാൻ കൊതിയായി, നിങ്ങൾ മർക്കസിലേക്ക് വരാൻ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആ പാട്ടിലെ എന്തൊരു രസമുള്ള പാട്ടാണ്. ഷായറെ മുബാറക്ക് കാണാൻ കൊതിയുള്ള ആളുകൾ മർക്കലെ ക്ഷണിക്കുന്നു. അതിന് സനദുണ്ട്, സഹിയായ സനദുണ്ട്, അതിന് ആ സനദിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. നേരെ മറിച്ച് ആ നിലപാടിൽ നിങ്ങൾ ഇല്ല, ആ നിലപാടിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട്. മറ്റൊന്ന് ഷായറെ മുബാറക്ക് മസ്ജിദ്, ആ പേര് പോലും നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. പാട്ടിലിപ്പോഴും ആ പേര് തന്നെയാണ്. പക്ഷേ പാട്ട് പാടിയ പൊന്നു കുട്ടികളും പാട്ടുണ്ടാക്കിയ പൊന്നാന സക്കാഫി മുസ്ലിയാരും മനസ്സിലാക്കുക, ആ പേരും പോയിട്ടുണ്ട്, ആ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ സ്ഥലം എവിടെയാന്ന് ചോദിച്ചു, അവിടെ സ്ഥലമുറപ്പിച്ചു എന്നുണ്ട് അല്ലെ? ഷായറെ മുബാറക്ക് മസ്ജിദിന് സ്ഥലമുറപ്പിച്ചു, കോഴിക്കോട്ടേക്ക് നിങ്ങൾ വന്ന് നോക്കിക്കോകവനാണ് പാട്ട് വരുന്നുണ്ട്. അതിൽ എവിടെ സ്ഥലം ഉറപ്പിച്ചത്? ആ പാട്ട് പാടിയ ആൾക്കറിയോ? പാട്ടുണ്ടാക്കാറിയോ? ആ കുട്ടിയാക്കറിയോ? ഇല്ല, സ്ഥലം ഉറപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഓടി ഉറപ്പിച്ചിട്ടില്ല. വെറുതെ പാടി. നമ്മളൊരു പാട്ട് പാടാന്നാണ്. പക്ഷെ നിങ്ങളൊരു പാട്ട് പാടുന്ന സമയത്ത് ഇന്നലെ എ പി ഉസ്താദ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നോടൊന്ന് വിളിച്ചു ചോദിക്കണ്ടേന്ന്, സുപ്രഭാതം പേപ്പർ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇന്നോടൊന്ന് വിളിച്ചു ചോദിക്കണ്ടേന്ന് പറഞ്ഞത്. പക്ഷെ ഈ പാട്ടുണ്ടാക്കിയ സക്കാഫിനോട് ഓരോടും പറയാനുള്ളത്, എന്തെങ്കിലും ഉസ്താദിനോട് ചോദിച്ചാൽ ഈ പാട്ട് പാടി. അങ്ങനെ ഇത് വന്നൊരു ഫാൾട്ടാണ്. നിങ്ങളൊരു പാട്ടുണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കണം. അത് ഉസ്താദ് ചോദിക്കണ്ടേ? ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ ഞങ്ങൾ ഷായറെ മുബാറക്ക് മസ്ജിദിനെ കുറിച്ചൊരു പാട്ടുണ്ടാക്കുക, നിങ്ങൾ എവിടെ പള്ളി ഉണ്ടാക്കുക, പാട്ടുണ്ടാക്കട്ടെ, പാട്ടിൽ എന്തൊക്കെയാ കൊടുക്കേണ്ടത്? അങ്ങനെ ഞങ്ങളന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദ് പറഞ്ഞ സ്ഥലമൊന്നും ഇപ്പൊ പറയണ്ട, സാർ ഉറപ്പിച്ചു എന്നും പറയണ്ട, ഉണ്ടാക്കുന്നും പറയണ്ട, ഷായറെ മുബാറക്ക് മസ്ജിദ് ഒന്നും പറയണ്ട. അവിടെയൊക്കെ നിങ്ങൾക്ക് പാളിയിട്ടുണ്ട്. തെറ്റാണ് നിങ്ങൾ അംഗീകരിക്കാം. അതൊക്കെ നിങ്ങൾ ചോദിക്കണ്ടേന്ന്. എ പി ഉസ്താദ് ഇന്നലെ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു പത്രാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പത്രത്തിൽ എഴുതുന്നതിന് മുമ്പ് ഞങ്ങളുമായിട്ടൊന്ന് ആലോചിക്കണ്ടേ, ഞങ്ങളോടൊന്നും ചോദിക്കണ്ടേ? അപ്പൊ എന്തിനാണ് നിങ്ങൾ ഈ പാട്ടുണ്ടാക്കുന്ന ആൾക്കാരും പത്രത്തിൽ കൊടുക്കുന്ന ആൾക്കാരും ഇപ്പൊ ഈ സംഭവത്തിൽ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്ന് ഇവർ പറഞ്ഞല്ലോ, ആ സമയത്തൊക്കെ ഇവരെ ഒരു കളിയാണിത്. ഒരു ഉണ്ടാക്കാതെ പറയാം. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, മൂപ്പര്
ഇന്നലെയൊക്കെ പറഞ്ഞു ആന മുട്ടിട്ടു എന്ന് പറയുന്നത് വലിയൊരു പരിപാടിയൊക്കെ ആന മുട്ടണം എന്നറിയാം. അപ്പൊ ആൾക്കാർ വിചാരിച്ചു പഠിച്ചറബേ ഒരു ലോകാത്ഭുതം തന്നെയാണല്ലോ, ആന മുട്ടണമെന്ന് കാണല്ലോ വിചാരിച്ച എല്ലാവരും കൂടി ടൗൺ ഹാൾക്ക് ചെല്ലും. അങ്ങനെ നിഷേധിച്ചൂടെ, അങ്ങനെ ടൗൺ ഹാൾ അങ്ങനെ ആന മുട്ടേണ്ട പരിപാടി ഇല്ല എന്ന് പറഞ്ഞൂടെ, എന്നാ ആൾക്കാർ വരുമൊന്നുമില്ല. നേരെ മറിച്ച് അവിടെ ഉള്ള അതിന് നിഷേധിക്കൂല, അവിടെ ഉണ്ട് ഉണ്ടോ ഇല്ലേ ഒന്നും പറയില്ല. അങ്ങനെ ഒന്നിക്കണക്ക് ആനിടാൻ പോവല്ലോ. എന്നിട്ട് മൂപ്പര് പോയി മുട്ടട്ടമാരി മൂപ്പര് കൊക്കോ മൂപ്പരാണ് എന്ത് ചെയ്തു, അവിടെ നിന്നാണ് പോയിപ്പാരി. അതല്ല സംഭവിച്ചത്. അവിടെ നിന്നാണ് മൂപ്പര് എന്ത് ചെയ്തു, കുറച്ച് ആളുകളൊക്കെ ഭീഷണിപ്പെടുത്തി, കുറച്ച് ആളുകളോട് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കൂല, ഞങ്ങൾ ഇറങ്ങൂല എന്നൊക്കെ പറഞ്ഞു കാണി. ഈ ഒരു പരിപാടി ഇന്ന് ദർശന ചാനലിലൊക്കെ ചർച്ച ഉണ്ടായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് ഇനി എലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളത് പരസ്യമായൊരു നിലപാട് സ്വീകരിക്കണം. അത് ഞങ്ങൾ ദയവായിട്ട്, കാരണം നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ പറയാം ഞാൻ ആർക്ക് വോട്ട് ചെയ്യും, ഞാൻ ആരുടെ കൂടെ നിൽക്കും പറയാം. എന്റെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നിങ്ങൾ പറയണം, നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? ഈ വർഷം നിങ്ങൾ LDF-ന്റെ കൂടെയാണോ UDF-ന്റെ കൂടെയാണോ? നിങ്ങൾ പറഞ്ഞ മറുപടി സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യും, നല്ല സ്ഥാനാർത്ഥി വിജയിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. ഈ ഒരു പരിപാടി അവസാനിപ്പിക്കണം. ഇതാർക്കും തിരിഞ്ഞില്ല, SSF-ക്കും തിരിഞ്ഞില്ല. പയ്യോളി ഉസ്താദിന് മാത്രം അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ പറഞ്ഞാല് വേറെ ഒരു ഉസ്താദ്മാർക്കും നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. നല്ല ഉസ്താദ് നിങ്ങളെ ആർക്കാ വോട്ട് ചോദിച്ചു? നല്ല സ്ഥാനാർത്ഥികൾക്ക്. ഈ വർഷത്തെ വോട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? ഞങ്ങളെ വോട്ട് മനുഷ്യർക്കാണ്. ഈ വർഷം നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ വർഷം ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥികൾക്കാണ് ഞങ്ങളെ വോട്ടുകൾ. ഈ ഒരു പരിപാടി അവസാനിപ്പിക്കണം. രണ്ടത്താണിക്കെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെന്താ സുഹേറൂദാ മൂപ്പര് രണ്ടതാണിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞോ? ഇല്ല, നിങ്ങൾ അന്നും ആ പത്രസമ്മേളനം കണ്ടില്ലേന്നോ? മാധ്യമത്തിൽ കൃത്യമായിട്ട് മൂപ്പരെ ലേഖനം വന്നിരുന്നു. മൂപ്പരും മാധ്യമക്കാരന്റെ ചോദ്യമാണ്, പൊന്നാനിയിൽ നിങ്ങളുടെ നിലപാടെന്താണ്? അതിൽ മൂപ്പര് പറയാണ്, അവിടെ ഒരാള് രാഷ്ട്രീയ പ്രവർത്തകനും ഒരാള് വിദ്യാഭ്യാസ പ്രവർത്തകനുമാണ്. അപ്പൊ പിന്നെ നിങ്ങളെ ആർക്കാണ് വോട്ട് ചോദിച്ചു? അതിപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഇനി എന്നാ തീരുമാനം കഴിച്ചു? ഇലക്ഷന്റെ ഒരാഴ്ച മുമ്പ് ഞങ്ങൾ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് പത്രക്കാർ വീണ്ടും ചോദിച്ചു, നിർദ്ദേശം അയക്കണോ? എന്തേ തീരുമാനിച്ചു ചോദിച്ചു. തീരുമാനിച്ചിട്ടില്ല, ഇനിയും സമയമുണ്ട് പറഞ്ഞു. സമയമുണ്ടായിരുന്നു. ഹുസൈനുള്ളതാണി തോറ്റു എന്ന് മാത്രമല്ല, സാധുവിനോട് വിളിച്ചുകാണ്ട് ആരോ പറഞ്ഞു, നിങ്ങൾ ഉംറക്ക് പോയി വേഗം വന്നോളിങ്ങി ജയിച്ചു നേരം കാണും. അതിന് കേട്ടി ജലീലും കൂടി അവിടുന്ന് ഇലക്ഷൻ കഴിഞ്ഞെങ്കിൽ വേഗം ഉംറക്കൂട് വന്നിട്ടു. സാധു മാത്രല്ല ആരോ പറഞ്ഞ് പറ്റിച്ചേക്കണം. അതൊരു സാധു മനുഷ്യനാണ്. ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോ അത്ര ഒരു സാധു മനുഷ്യൻ വേറില്ല. അയ്യപ്പികൾക്ക് പറ്റിയ സാധനമാണ്. അയാളുടെ ഒരു ഇലക്ഷൻ പ്രചരണത്തിന് പോയ ഒരാളെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ മൂപ്പരിനോട് പറഞ്ഞു, മൂപ്പരെ സ്വഭാവം, മൂപ്പരെ വാർഡില് ടി ബഷീറിന് വോട്ട് കൂടുതലാണ് പറഞ്ഞു. ഈ പാർലമെന്റിക്ക് മത്സരിക്കുന്ന അയാളുടെ വാർഡിൽ ടി ബഷീറിന് 2 വോട്ട് കൂടുതലാണ്. ഇതാണ് ഇപ്പൊ മൂപ്പര അവസ്ഥ. അപ്പൊ ഞമ്മക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ ഹുസൈനിടത്താൻ പറഞ്ഞ വലിയൊരു കാലികുവാത്താണ് അവിടെ എന്ന് വിചാരിച്ചു. ഞമ്മക്ക് ആ സ്ഥലം അറിയില്ലല്ലോ. ഞാൻ ഇയാള് ഭയങ്കര മാധ്യമമാണ് അന്നൊക്കെ നോക്കണത്. മാധ്യമത്തിൽ നോക്കുമ്പോ ഭയങ്കര പ്രചരണം. ഹുസൈനത്താനി അവിടെ പോയി, ഹുസൈനത്താനി ഇവിടെ പോയി, അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞ് മൂപ്പര് ഉംറക്കൊക്കെ പോന്നു. പിന്നെ ഒരാളെ കണ്ടു. മൂപ്പര് എന്നോട് പറഞ്ഞു, ഞാൻ ഹുസൈനത്താന്റെ പ്രചരണത്തിന് വാഹനം ഓടിച്ചില്ല ആളാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം അന്വേഷിച്ചു. മൂപ്പര് പറഞ്ഞു, ഒരു കാക്ക, ഒരു പ്രാവ് മൂപ്പരെ വീടിന്റെ മുകളിലൂടെ ശരിക്കും സ്വസ്ഥായിട്ട് പാറാൻ അയാൾ സമ്മതിക്കൂലായിരുന്നു. അയാളൊരു സ്ഥാനാർത്ഥി, ഓരോ സ്ഥാനാർത്ഥികൾക്കുള്ള ഓരോ വ്യക്തിത്വങ്ങളാണ്. അയാൾ ഒരു കാക്കി ഒരു പ്രാവിന് മൂപ്പരെ വീടിന്റെ മുകളിൽ പാറാൻ പോലും ഒരു സ്വസ്ഥായിട്ട് പാറാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് മൂപ്പർക്ക്. ആ ആളാണ് കേന്ദ്രത്തിലേക്ക് മത്സരിക്കുന്നത്. മാത്രമല്ല ഈ സാധു എന്നിട്ട് പറയാണ്, ഞാൻ മൂപ്പര ഡ്രൈവറായിരുന്നു. അങ്ങനെ ഞാനൊരു ഭാഗത്തിലൂടെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറയും, ഏറ്റവും പൊന്നാനിയിലെ സ്ഥാനാർത്ഥി അങ്ങനത്തെ സ്ഥാനാർത്ഥി, ഇങ്ങനത്തെ സ്ഥാനാർത്ഥി, വലിയ സ്ഥാനാർത്ഥിയാണ്, ഇസ്ലാമിക പണ്ഡിതനാണ്, ഇസ്ലാമിക ചരിത്ര പണ്ഡിതനാണ്, അയാള് വൈകി വരും, പിന്നാലെ വരും, മണൽത്തരികളെ കോരിത്തെരിപ്പിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് മൂപ്പര അനൗൺസ്മെന്റാണ് പോകുന്നു. അതിൽ ഈ സാധു ആദ്യമായിട്ട് നിൽക്കാണല്ലോ, ഒരു വാർഡ് കൂടി നിന്നിട്ടില്ല. ഇതും കണ്ട് ക്ഷീണിച്ചേക്കണു. അപ്പൊ ഇങ്ങനെ ഒരു വാഹനം പോയി കഴിഞ്ഞാൽ അവിടെ ആളുകൾ ഇങ്ങനെ കാത്തിക്കുണ്ടാവുന്നതാണോ ഇയാൾ വരും വിചാരിച്ചിട്ട്. അപ്പൊ വൈകുന്നേരം ഇയാൾ പറയണത്രേ,
എനിക്ക് കഴിയൂല, നിങ്ങൾ അയിക്കൂടി വിളിച്ചു പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ എന്റെ പ്രചരണമായി, ഞാൻ ഇതിലാണ് പോയാൽ 2 സ്ഥലത്തിന്റെ പ്രചരണമായല്ലോ. ഈ സാധു ക്ഷീണിച്ചിട്ടേ എലക്ഷൻ കഴിഞ്ഞ് കിട്ടണ്ടേ, 1 മാസം പുറത്തുകൂടി ഇറങ്ങി നടന്ന് ഈ സുന്ദരകുട്ടപ്പനായി ഇങ്ങനെ ഉള്ളില് അടങ്ങിയിരുന്നതിന്റെ ആളല്ലേ. അങ്ങനെ ഒരു എലക്ഷൻ ഇത് ഇയാളെ സാധുവിനെ പിരിയായിട്ട് നിർത്തിയതാണ്. ഈ സാധുവിനെ പിരിയാറ്റി കാണ്ടി ഏൽപ്പിക്കാൻ നിർത്തിയതാണ്. അല്ലാതെ മൂപ്പർക്ക് രാഷ്ട്രീയത്തില് സ്വാധീനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണങ്ങളൊന്നും അറിയില്ല, അതിന്റെ തന്ത്രങ്ങളൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ആ സാധു നിന്നാണ് കുടുങ്ങിയതാണ്. പിന്നെ ആ എലക്ഷൻ നിൽക്കുന്ന സമയത്ത് അവര് ജയിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങൾ കുറെ നടത്തി. മാത്രല്ല ആ സമയത്ത് AP കളിച്ച തരികയാണ് എന്ത്, ഇന്റെ സ്ഥാനാർത്ഥിയാണെന്ന് മൂപ്പര് പറയില്ല, ഇന്റെ സ്ഥാനാർത്ഥിയാണെന്ന് ഒരിക്കലും മൂപ്പര് പറയില്ല. അന്ന് AP പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലുണ്ട്, നമ്മളെ ഇസ്മായിൽ ഉണ്ടല്ലോ, CPIന്റെ ഇസ്മായിൽ, എന്താ ആ ഇസ്മായിലിന്റെ പേരെന്താ, ആ ഇസ്മായിലിനായിട്ട് കെട്ടിപ്പിടിച്ചതൊക്കെ അവിടെ വെച്ചാണ്. മറ്റേ ഇപ്പലൊരു ഇസ്മായിൽ ഉണ്ടല്ലോ CPIന്റെ സെക്രട്ടറി, കെ ഇസ്മായിൽ ഹുസൈൻ റത്താനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കെട്ടിപ്പിടിച്ചു. കാരണം ഹുസൈൻ റത്താനിനെ അവിടേക്ക് സ്ഥാനാർത്ഥിയാക്കണേന് CPIക്കെതിരെയായിരുന്നു, CPIന്റെ സീറ്റാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ഈ രാഷ്ട്രീയത്തില് AP വിഭാഗം കളിച്ച കളികൾ നമ്മൾ ശരിക്കും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും അവരുടെ വ്യക്തിത്വവും ആ നിർത്തുന്ന സ്ഥാനാർത്ഥികളും. പിന്നെ ഹുസൈൻ റത്താനിക്ക് ഒരു പണിയുണ്ട്. ഇയാൾക്കുള്ള ഒരു പണി എന്താ എനിക്കറിയോ? ഇയാളെ പണി എന്താന്ന് വെച്ചാല് ഇയാള് മുനീർ, MK മുനീറും കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ നേതാക്കന്മാരോട് മർക്കസിക്ക് വരാൻ വേണ്ടി പറയും. എന്നിട്ട് AP ഇയാളെ ആദ്യം പിരികയറ്റി വെക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓല് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയണം, ഓല് നമ്മൾ ആദ്യം മർക്കസിക്ക് വരൂലേന്നു, ഇപ്പൊ AP സ്ഥാനം കാല് പിടിച്ചാൻ വേണ്ടി വന്നു നിങ്ങൾ പറയണം. ഈ സാധനം പറയാനാക്കണം. ഇയാള് വലിയ വളവനാണ്. AP എന്ത് ചെയ്യാ, മൂപ്പരെ പറഞ്ഞു മൂപ്പർക്ക് അത് വാങ്ങാനാവില്ല ആ ഒരു ഇത്. അപ്പൊ ഈ സാധുവിനെ പിരിയേറ്റി വെക്കും. എന്നിട്ട് മർക്കസിക്ക് MK മുനീർ വരുന്ന സമയത്ത് ഇയാൾ അവിടെ വെച്ച് പ്രസംഗിക്കാം, ഇതോ AP ഉസ്താദിന് ആദ്യം വെറുപ്പായിരുന്നു, AP ഉസ്താദിനെ കാണാൻ പറ്റില്ലായിരുന്നു, AP ഉസ്താദിന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു, ആ ആളുകളൊക്കെ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു, AP ഉസ്താദിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എവിടെ ഒല വിളിച്ചതാണ്. മുനീർ സാഹിബിനെ കാണുമ്പോൾ മർക്കസിക്ക് വരാൻ വേണ്ടി പറയാം. എന്നിട്ട് മൂപ്പര് വരുമ്പോ പറയാതാ AP ഉസ്താദിന്റെ അടുത്തേക്ക് വന്നോളൂ. അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നിങ്ങളിപ്പോ ജെയിൻ പി കേഡിനെ വിളിച്ചു, ജെയിൻ പി കേഡ് വരൂലേ, ജെയിൻ പി കേഡിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മൂപ്പര് രാഷ്ട്രീയ നേതാവാണെന്ന് മൂപ്പര് വരും. അവ വരുമ്പോ പറയാം, അവിടെ എത്തുമ്പോ പറയാതാ ഇവിടെ എത്തിയിരിക്കുന്നു, വന്നിരിക്കുന്നു, ഉസ്താദിന്റെ കൽക്കൽ എത്തിയിരിക്കുന്നു, ഉസ്താദിനെ കാണാൻ വന്നിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ ഈ ആളുകളെയൊക്കെ അപമാനിക്കുന്ന സ്വന്തം AP ഉസ്താദിനാണ് വലുതാകാൻ വേണ്ടി ആളുകളെ അപമാനിക്കുന്ന ഒരു പണി ഹുസൈൻ റത്താനിക്കുണ്ട്. അങ്ങനെ ഇക്കൊല്ലം ഇയാള് ആ മർക്കസിൽ പോകൂല, ഇക്കൊല്ലം ഇയാള് സ്ഥാനാർത്ഥി കുപ്പായിട്ട് നിന്നീന്നു എന്നാ പറയുന്നത്. ഇക്കൊല്ലം എന്നിട്ട് മൂപ്പര് പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മൂപ്പര് ചാലിയത്ത് വെച്ചൊരു പ്രസംഗം, ഹുസൈൻ റത്താന്റെ പ്രസംഗം എന്താണോ, പടച്ച റബ്ബേ ഈ രാഷ്ട്രീയക്കാരും ഉള്ള ഈ പ്രവർത്തകന്മാരും ഭയങ്കര കുടിയന്മാരാണെന്ന് മനസ്സിലായത് എനിക്ക് ഇലക്ഷൻ പ്രചരണത്തിന് പോയതാണ്. ഞാൻ രാത്രിയൊക്കെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഡെറ്റോൾ ഉപയോഗിച്ച് കണ്ട മുഖം കൈയൊക്കെ കഴുകുകയെന്നു, കള്ളു വാസനിച്ചിട്ട് അടുക്കാൻ കഴിയൂലേന്നു. സാധു നോക്കണങ്ങള്. അപ്പൊ ഇയാള് തേക്കണ ഈ കോളനി കൂടിയൊക്കെയാണ് ഈ CPMന്റെ വോട്ട് കിട്ടാൻ വേണ്ടി ഈ പാവപ്പെട്ട ആളുകളെ മുന്നിക്ക് പോയിക്കാണ്. എന്നിട്ട് ഈ സാധു വിളിച്ചു പറയണീന് ഒരു നാണല്ലോ. ഈ സാധു ചാലിയത്ത് വെച്ച് പ്രസംഗിച്ചതാണ്. എന്ത്, ഞാൻ രാത്രി ഡെറ്റോളൊക്കെ ഇട്ടിട്ടാണ് ശരിക്കും മുഖമൊക്കെ കൈകാണ് വൃത്തിയാക്കിയത്. വാസനിച്ചിട്ട് ഈ പൊതുപ്രവർത്തകരൊക്കെ ഭയങ്കര കുടിയന്മാരാന്ന് വെച്ച് മനസ്സിൽ. ഇയാള് അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാനാർത്ഥി വിചാരിച്ചു നിന്നതല്ലേ. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോ കള്ള് വാസനിച്ചിട്ട് ഈ സാധു രാത്രി പറയാണ് ഞാൻ ഡെറ്റോളൊക്കെ ഇട്ട് കേയി ഉഷാറാക്കി ഞാൻ പോയി കടന്നുറങ്ങിയിരുന്നു. ഇതൊക്കെ ഞാൻ വെറുതെ അല്ല, എന്റെ അടുത്ത് ഇതൊക്കെ ഇതിന്റെ രേഖകൾ എന്റെ അടുത്തുണ്ട്. ഇതൊന്നും ഞാൻ കളവ് പറയല്ല, വെറുതെ പറയല്ല. ഇയാൾ ചാലിയത്ത് വെച്ച് പ്രസംഗിച്ച് എന്നതിന്റെ കൃത്യമായ രേഖകള് പത്ര കട്ടിങ്ങൾ എന്റെ കയ്യിലുണ്ട്. വെറുതെ പറഞ്ഞൊന്നല്ല. ഡെറ്റോള് ഉപയോഗിച്ച് രാത്രി ഞാൻ അത് കേൾക്കുകയായിരുന്നു പൊതുപ്രവർത്തകന്മാരൊക്കെ. പക്ഷെ ഞമ്മക്ക് ലീഗ് നേതാക്കന്മാർക്ക് അങ്ങനത്തെ പ്രസംഗിക്കേണ്ട ഗതികേട് വന്നില്ല. ഞാൻ പറഞ്ഞത് എല്ലാ മുസ്ലിം ലീഗുകാരും കൂടിയ ഒരു മുസ്ലിം ലീഗുകാരും കുടിച്ചൂല, എല്ലാവരും മുത്തക്കീങ്ങളാണെന്നല്ല. പൊതുവെ ഹുസൈൻ അടുത്താണ് പോയൊരു മേഖല ഉണ്ടായിരുന്നു. CPMന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കോളനികളിലും അവിടെയും ഇവിടെയും കള്ളുകുടിയന്മാരുടെ അടിയിൽ കൂടിയൊക്കെ പോയി അന്തിക്ക് നിങ്ങൾ കുളിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം നിങ്ങളെ സ്ഥാനാർത്ഥി നിർത്തിയ ആള് തന്നെ അയാൾക്ക് തന്നെ വ്യക്തിവിശുദ്ധി ഇല്ലാത്ത ആളാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ആ പിരിയാറ്റി സ്ഥാനാർത്ഥി നിർത്തിയ ആളെ ശരിക്ക് തൊട്ടിണ്ടിച്ച് നിങ്ങളിപ്പോ അവിടെ ഡെറ്റോളെല്ലാം ഉപയോഗിച്ച് ഇവിടെ നിങ്ങൾ ഏറ്റവും നല്ല വേറെന്താണ് ഡെറ്റോളിനെക്കാട്ടിയും വല്ല കീടനാശിനി ഉള്ളത് അതിട്ട് കേൾക്കേണ്ട ആളെ ആണ് നിങ്ങളെ സ്ഥാനാർത്ഥിയിട്ട് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇലക്ഷനും ഞങ്ങൾക്ക് പറയാനുള്ള തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ. ഉസ്താദെ നിങ്ങളൊരു തീരുമാനം പറയണം, ആർക്കാണ് വോട്ട്?
ആരുടെ കൂടെ നിൽക്കും? പരസ്യമായിട്ട് പറയും. അതിന് ചില ആളുകൾ പറഞ്ഞത്, എന്നാ നമുക്ക് പ്രവർത്തിക്കൽ കുറയും, ഇന്ന സ്ഥാനാർത്ഥിനെ ഞങ്ങൾ തോൽപ്പിക്കും നിങ്ങൾ പറഞ്ഞാൽ മതി, ഇന്ന് ഞങ്ങൾ അവിടെ ഇനി വോട്ട് ചോദിച്ചാൽ വേണ്ടി ചെല്ലില്ല. കാരണം അയാൾ ജയിച്ചാൽ പ്രഖ്യാപിക്കാം. അയാൾക്ക് നമ്മൾ നിറഞ്ഞ അയാൾക്ക് വേണ്ടി മെനക്കേണ്ട ആവശ്യമില്ലല്ലോ, വേറെയുള്ള ആൾക്കാർക്ക് വേണ്ടി മെനക്കെട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് അതാണ് ലീഗിന്റെ ചില ആളുകൾ എന്ന് പറയുന്നത്, ഇയാൾ നിലപാട് പരസ്യമായിട്ട് പറഞ്ഞാൽ മതി, ഇതാ ഈ സ്ഥാനാർത്ഥിനെ ഞങ്ങൾ തോൽപ്പിക്കും, ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങൾ മെനക്കേണ്ട ആവശ്യമില്ല, ആ സ്ഥാനാർത്ഥി ഓട്ടോമാറ്റിക്കലാണ് കഴിച്ചിലായിക്കോളും. അപ്പൊ ഈ രൂപത്തിൽ നിങ്ങളൊരു ഉപകാരം, ഒരു ഹൈറ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇതൊന്നും ഇപ്പോ പരസ്യമായിട്ട് ഞങ്ങൾ നിലപാടെടുക്കാം. നിങ്ങളെ AP ഞാൻ പറയുള്ളൂ, നാദാപുരത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, AP പറഞ്ഞാൽ പോലും നാദാപുരത്തുള്ള ഞങ്ങള് CPM വോട്ട് ചെയ്യൂല. ഞാൻ AP-കാരനാണ്, പക്ഷെ AP പറഞ്ഞു എന്ന നിലപാടുണ്ട്. കാരണം ജനങ്ങളെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കിട്ടുന്ന വോട്ടുകളൊന്നും ആ കൂട്ടത്തിലില്ല. അതിൽ സ്ഥിരമായിട്ട് കോൺഗ്രസിനും അല്ലെങ്കിൽ CPM-നൊക്കെ കിട്ടുന്ന വോട്ടുകൾ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിട്ടൊരു അക്കൗണ്ടോ ഒരു വോട്ട് ബാങ്കൊന്നും ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ മാത്രല്ല, നിങ്ങൾ സ്ത്രീ സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും പറയണ്ട. മുമ്പ് കാരന്തൂര് സീനത്ത് ജയിച്ചതൊന്നും മറക്കണ്ട. എന്നിട്ട് അന്ന് അവിടെയുള്ള PDP-ക്കാര് ഒരു സ്ഥാനാർത്ഥിനെ എത്തിയായിരുന്നു. PDP-ക്കാര് വന്നത്രേ. PDP-ക്കാര് വിചാരിച്ചു ഓല് ജയിക്കുന്നു. ഓലെന്താ വിചാരിച്ചിരുന്നോ, അവിടെ ഒരു സ്ഥാനാർത്ഥിയുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പെണ്ണാണ്. അപ്പൊ AP-ക്കാർ ആ പെണ്ണിന് വോട്ട് ചെയ്യൂല. AP-ക്കാർ പെണ്ണിന് വോട്ട് ചെയ്യില്ല, AP-ക്കാർ പെണ്ണുങ്ങൾക്ക് വോട്ട് ചെയ്യൂല എന്നുള്ള അവരെ തിയറി. പെണ്ണുങ്ങളെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇലക്ഷന് പോകില്ലാണ്. അത് വനിതാ വാർഡിൽ ഒരു ആർക്കും വോട്ട് ചെയ്യൂല. അങ്ങനെയൊക്കെയാണ് ഓർക്ക് അങ്ങനത്തെ മസലകളൊക്കെ ഉണ്ട്. അടിയിൽ കുടുക്കിടൂല കാരണമാതിരി, അടിയിൽ ഫാനിന്റെ കുടുക്കിടൂല എന്നല്ലോ, കുപ്പായത്തിന്റെ കുടുക്കിടൂല. ഞാൻ ആളുകൾ ആരെയും അത് ക്ലിപ്പാക്കരുത്. ഞാൻ അടിയിൽ കുടുക്കിടൂല പറഞ്ഞാല് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. അടിയിൽ കുടുക്കിടൂല എന്ന് പറഞ്ഞാൽ കുപ്പായത്തിന്റെ അടിയിൽ കുടുക്കിടൂല എന്നാണ് പറഞ്ഞത്, വേറെ നിലക്ക് ഉദ്ദേശിക്കുന്നത്. കാരണം AP-ക്കാരെ കുറിച്ച് പറയും ചെയ്യുക, മൂപ്പരെ കുറിച്ച് പറയും ചെയ്യുക. അപ്പൊ ആ പദപ്രയോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, അടിയിലെ കുടുക്കാണ് കുപ്പായത്തിന്റെ കുടുക്ക്. അങ്ങനെയാണ് തോല തിരിച്ചറിയല്. കുറെ കാലം കഴിഞ്ഞാൽ മനസ്സിലായത്. അങ്ങനെ സ്ത്രീകളെ സ്ഥാനാർത്ഥി നിൽക്കുന്ന സമയത്ത് മൂപ്പരെന്ത് ചെയ്യില്ല, മൂപ്പര് വോട്ട് ചെയ്യൂല. മൂപ്പർക്ക് പൊതുവെ അങ്ങനെ താല്പര്യക്കുറവുണ്ട്. പിന്നെ സക്കാഫികളും സ്ത്രീകൾക്ക് വോട്ട് ചെയ്യൂല. അപ്പൊ PDP-ക്കാര് വിചാരിച്ചെന്ത്, ഓല് വോട്ടിന് പോകൂല. അപ്പൊ നമ്മൾ ഈ സ്ഥാനാർത്ഥി എങ്ങനെയാലും ജയിക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ PDP-ന്റെ സ്ഥാനാർത്ഥി തോറ്റു. PDP-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചു, സീനത്ത് ജയിച്ചും ചെയ്തു, ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു. അതിൽ ഇവർക്ക് എത്ര കൂട്ടിയിട്ട് പുറത്ത് കിട്ടണില്ല. ഒരു 45 കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 50 വോട്ട് AP-ക്കാരെ വോട്ട്. അത് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ സീനത്താത്ത ജയിച്ചു? അത് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ സീനത്ത് ജയിച്ചു? അവസാനം ഇവർ കൂട്ടി നോക്കുമ്പോ എങ്ങനെ കൂട്ടിയും കുറച്ചിട്ടും AP-ക്കാരെ വോട്ട് സീനത്തിന് കിട്ടാതെ സീനത്ത് ജയിച്ചൂല എന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ ഓല് പറയലോ തുടങ്ങി, ആദ്യം ഞങ്ങൾ സമ്പത്ത് ജമായത്താന്ന് വിചാരിച്ചത്, ഇപ്പൊ സമ്പത്ത് ജമായത്തുമാണ്, സീനത്ത് ജമായത്തുമാണ്, സുന്നത്ത് ജമായത്തെല്ലാം. അവിടെയുള്ള AP-ക്കാർക്ക് പേരിട്ടാണ് സീനത്ത് ജമായത്ത്. അതുകൊണ്ട് ഈ തരികിടെ തട്ടിപ്പ് പരിപാടികളൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ പെണ്ണിനും വോട്ട് ചെയ്യും, ആണിനും വോട്ട് ചെയ്യും, സൈക്കിളിനും വോട്ട് ചെയ്യും. ഇങ്ങക്ക് അപ്പ കണ്ടാൽ അപ്പാന്ന് വിളിച്ചൊരു പരിപാടിയാണ്. ആ പരിപാടി അവസാനിപ്പിക്കുക. ഇതൊക്കെ പറയുന്നത് കാരണം നിങ്ങൾ വഷളാകാനും നാണം കെടാനും വേണ്ടി ഈ അടുത്ത കാലത്തായി നിങ്ങൾ നടത്തിയ ശ്രമങ്ങള് അത് ഒരിക്കലും പാടില്ലായിരുന്നു. സുന്നി തീവ്രത, സുന്നി അത് നിങ്ങൾ പറഞ്ഞിന്ന് അതിൽ നിന്നൊക്കെ മാറി ഒരല്പം നിങ്ങൾ സെക്കുലറിസം അല്ലെ, കുറച്ച് മതേതരത്വം തെളിയിക്കാനാണെന്ന് അറിയില്ല, മുസ്ലിം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഉസ്താദുമാരുടെ കുരുത്തക്കേടാണ്. ഇനിയും ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടുക പാവപ്പെട്ട SSF-കാരായ എന്നാണ് പറയാനുള്ളത്. SKS പ്രവാസം മൈക്കിൽ വരണം. SKS പ്രവാസം ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? SKS പ്രവാസം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി ചർച്ചകളൊക്കെ NK ഫൈസി എത്രങ്ങാനും ഉസ്താദുമാരാ പഠിച്ചോന്നെ, നാണി ഫൈസി, NK ഫൈസി, SKS പ്രവാസം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ജെയിൻ PKD നിങ്ങൾ ആരെങ്കിലും ഒരാൾ മൈക്കിൽ വരും. ഞാൻ മൈക്ക് വിടുകയാണ്. കുറെ നേരം സുന്യസ സംസാരിച്ചു. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു 20 മിനിറ്റോ എത്ര മിനിറ്റാന്ന് ഞാൻ നോക്കിയിട്ടില്ല സംസാരിക്കുന്ന സമയത്ത് നുണ പറഞ്ഞിട്ടില്ല. അത് എനിക്ക് ഉറപ്പിച്ച് പറയല്ലോ, നുണ പറയേണ്ട ആവശ്യം എനിക്കില്ലേന്ന്. ഞാനൊരു കാര്യം പറഞ്ഞെങ്കിൽ വെച്ചെങ്കിൽ അത് തെളിയിക്കാൻ പറ്റുന്നതും ഉള്ളത് കേട്ടതും ഉറപ്പിച്ചതുമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതെനിക്ക് പുറത്തു തരട്ടെ. രസകരമായിട്ട് പറയുന്നുണ്ടെങ്കിലും ചിരിച്ചു പറയുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് എന്റെ താല്പര്യം SSF-കാരൊക്കെ നന്നാകണം എന്നാണ്.
പിന്നെ രസകരമായിട്ട് നമുക്ക് ചിരിയൊക്കെ വരുന്നത് നിങ്ങൾ കാട്ടുന്ന കോമഡി. നിങ്ങൾ ചിരിക്കല്ലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ചിരിക്കല്ലി എന്ന് പറഞ്ഞ കാര്യമില്ല, നിങ്ങൾ കോമഡി കാട്ടും ചെയ്യാന്നൊരു ചിരിക്കല്ലി എന്ന് പറഞ്ഞ കാര്യമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അറിയാതെ ചിരിച്ചു പോയതാണ്. നിങ്ങളുടെ ദുരോഗതി, നിങ്ങളുടെ ദുരവസ്ഥ ഓർത്ത് ചിരിച്ചു പോകുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ചുകൂടലുകളൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ ഒരു പ്രവർത്തനമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യും.